ഹലോ ഡിയേഴ്സ്, പ്രിയപ്പെട്ട സൈറയുടെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തൊട്ടുമുമ്പ് നമ്മളൊരു എക്സാം, കുറച്ച് മുമ്പ് ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മെഗാ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ സൈറ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു മെഗാ മോക്ക് ടെസ്റ്റ് നടത്താനുള്ള കാരണം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വട്ടമാണ് സൈറ ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ സൈറ ഒരു OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, OMR ഷീറ്റിലാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നെറ്റ് എക്സാം നടത്താൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ അറിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ടൈപ്പിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ OMR ടൈപ്പ് ആ ഷീറ്റ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ തന്നെ പരിശീലിക്കണം എന്ന രീതിയിൽ നമ്മൾ സൈറയുടെ അതോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ലക്ഷ്യം എന്നുള്ളതും അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത സമയത്ത് കുറെ കുട്ടികൾ നമുക്ക് അതിന് ആൻസർ അനലൈസ് ചെയ്യണം, അതിന് ആൻസർ സൈറയുടെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം സൈറ മോക്ക് ടെസ്റ്റിന്റെ നിങ്ങൾക്ക് നടത്തിയ മെഗാ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 ക്ലാസ് ആയിട്ട് നടക്കുന്നത്, ഒന്ന് അനശ്വര മാമിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും, ഒന്ന് എന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ചില ചോദ്യങ്ങളാണ് ഇതിൽ ഞാൻ അനലൈസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ അവസാന സമയമാണ്, 10-15 ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഇനി അവശേഷിക്കുന്നുള്ളൂ. 18ാം തീയതി എക്സാം തുടങ്ങുകയാണ്, ഇന്ന് 5ാം തീയതി ആയി. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇതേപോലത്തെ മോക്ക് ടെസ്റ്റുകൾ, PYQs പരമാവധി അത് റിവൈസ് ചെയ്യുക, അത് അനലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കണം. അപ്പൊ നമുക്ക് വിചാരിക്കുന്നത് ആ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ അത് സമ്പൂർണ്ണമായിട്ട് സമൂലമായ രീതിയിൽ അതൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് അനാവരണം നടത്തി നമുക്കൊന്ന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകണം, മറ്റു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആ മോക്ക് ടെസ്റ്റിൽ ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്നുള്ളത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ചോദ്യമാണ്. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് അവിടെ ടാബിൾ കൊടുക്കപ്പെട്ട ഗിവൺ ആയിട്ടുള്ള ടാബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ആ ടാബിൾ എന്താണ് അതിൽ കൊടുത്തുള്ളത്, അപ്പൊ ആ കണ്ടന്റ് നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. ചിലർക്ക് ടാബിൾ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത് അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ടേബിൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ, അതിൽ ഡാറ്റ വേറെ ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ മൊത്തം നമ്മൾ ആൻസർ തെറ്റും. അപ്പൊ എന്താണോ ഇതിൽ ഡാറ്റ, എന്തിനെ കുറിച്ചാണ് ഈ ടാബിൾ പറയുന്നതിനുള്ള ഫസ്റ്റ് നിങ്ങൾ അതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു നിങ്ങൾ ആ കൊഗ്നൈസ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് അതിന് തെറ്റാറുണ്ട്. അവർ ഒറ്റ നോട്ടത്തിലെ നോക്കിയിട്ട് ഇതാണെന്നുണ്ട് ഓരോ മനസ്സിൽ വെക്കും, പിന്നെ അത് വെച്ചിട്ട് ഓരോ ആൻസർ ഒക്കെ ചെയ്യും. പിന്നെ ആലോചിക്കുമ്പോഴാണ് അതായിരുന്നില്ലല്ലോ, അത് അപ്പുറം കൂടി ആ കാര്യം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ ആദ്യം ആ ടാബിള് എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്തുക. അപ്പൊ ഇതിൽ ഇവിടെ കൊടുത്തു നോക്കി, നിങ്ങൾ കുറച്ച് സ്റ്റുഡൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ചില സബ്ജക്ട്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിനിടയിൽ കുറച്ച് മാർക്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം, കുട്ടികളുടെ 6 മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള 6 വിഷയങ്ങളുടെ മാർക്കുകളാണ് ഇവിടെ കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ 150, 130, 120, 100, 100, 100 എന്നുള്ള കൊടുത്ത എന്താണ്, അതിന് മാക്സിമം മാർക്സ് ആണ്. അപ്പൊ ആവശ്യം മാത്സിൽ ടോട്ടൽ എത്രയാണ്, 150 മാർക്ക് ടോട്ടൽ ഉള്ളത്. സബീഹ് എത്ര മാർക്ക് എടുത്തിട്ടുള്ളത്, 150ൽ 90 മാർക്കാണ് സബീഹ് എടുത്തിട്ടുള്ളത്. ജോർജ് എത്രയാണ് എടുത്തിട്ടുള്ളത്, അപ്പൊ ജോർജ് മാത്സിൽ 150ൽ 80 മാർക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലെ ഒരു കൃത്യതയിൽ വരുത്തണം എന്നുള്ളത് ആദ്യം ഓർമ്മിക്കുക. രണ്ടാമത് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഷാമിൽ ഫോർ ഓൾ സബ്ജക്ട്സ്? ഇതിലിപ്പോ സ്വബീഹ് ഉണ്ട്, ഷാമിൽ ഉണ്ട്, അനിൽ ഉണ്ട്, അനശ്വർ ഉണ്ട്, ജോസി ഉണ്ട്, ഫാത്തിമ ഉണ്ട്, മുഹമ്മദ് ഉണ്ട്. ഇതിൽ ഷാമിലിന്റെ കാര്യം മാത്രമാണ് ഫസ്റ്റ് ചോദ്യം വെച്ചിട്ടുള്ളത്. ഷാമിൽ മൊത്തം മാർക്സ് എല്ലാ സബ്ജക്ട്സിലായിട്ട്, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്, ഈ എല്ലാ വിഷയങ്ങളിലായിട്ടും ടോട്ടൽ കിട്ടിയ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്ക് ടോട്ടൽ കിട്ടിയ എത്ര മാർക്സ് ആണ് ചോദിക്കുന്നത്, അതിന്റെ ആവറേജാണ് ചോദിക്കുന്നത്. അപ്പൊ ആവറേജ് കാണാൻ എങ്ങനെ കാണാം, ചിലപ്പോൾ ആവറേജ്, ചിലപ്പോൾ മീൻസ് ചോദിക്കും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആവറേജ് മീൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ മാർക്സും എങ്ങനെയാണ് ഒരു ആവറേജ് കാണുക, അല്ലെങ്കിൽ മീൻസ് എങ്ങനെ കാണുക, എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എത്രയാണോ മാർക്സ് ആണെങ്കിൽ മാർക്സ് ടോട്ടൽ നമ്മൾ അതിന്റെ സമ്മ് കാണുന്ന എല്ലാം അതിന്റെ കൂട്ടിയിട്ടുള്ള തുക കാണുക. എന്നിട്ട് അതിനെ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ. ഇവിടെ എത്ര വിഷയങ്ങൾ, 6 വിഷയങ്ങൾ, അപ്പൊ 6 ബൈ ടോട്ടൽ സമ്മിനെ നമ്മൾ ബൈ 6 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് കിട്ടും. അപ്പൊ കൂടെ നോക്കാം, ഷാമിലിന്റെ എല്ലാ വിഷയത്തിലും മാർക്കും നമുക്ക് കൂട്ടി നോക്കാം. ഇവിടെ 100+, 80+, 80+, 40+, 80+, 70 ഇതാണല്ലോ.
അപ്പൊ ഇതല്ലേ ഷാമിലിന്റെ 100+80+80+40+80+70 ബൈ എത്രയാണ്? ബൈ ടോട്ടൽ നമ്പർ 6 സബ്ജക്ട്സ് അവിടെ ഉള്ളത്. അതാണ് ടോട്ടൽ നമ്പർ എന്നുള്ളത്. 6 നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ആവറേജ് ഇവിടെ ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എത്രയാണ്? അപ്പൊ നമുക്ക് ടോട്ടൽ ഇത് കൂട്ടുന്നു. നമ്മൾ എത്ര സംഖ്യയാണ്, എത്ര സബ്ജക്ട്സ് അവിടെ ഉള്ളത്, എത്ര നമ്പർ ഉള്ളത്, അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നേരെ ആവറേജ് കിട്ടും. അപ്പൊ നമ്മൾ കൂട്ടി നോക്കാം. 100+80+80+40+80+70 16ഉം 20ഉം 30ഉം 38ഉം 45 450/6. 450/6 എത്ര ആയിരിക്കും? 6×42 അല്ലെ? ഈസിക്കൽ ടു 42 30ഉം 6×5 30 75. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഷാമിൽ എല്ലാ വിഷയത്തിനും ഇവിടുത്തെ മാർക്ക് 450 മാർക്സ് ആണ് എല്ലാ 6 സബ്ജക്ട്സിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവറേജ് വെച്ചാൽ നമ്മൾ ആ ടോട്ടൽ മാർക്സിനെ നമ്മൾ എത്ര വിഷയങ്ങളാണുള്ളത് അതായത് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ആവറേജ് കിട്ടും. അപ്പൊ ഇവിടെ ഷാമിലിന്റെ മൊത്തം സബ്ജക്ട്സുകളുടെ ആവറേജ് എത്ര വെച്ചാൽ 75 അവന്റെ ആവറേജ് എന്നുള്ളത്. 75 ഇവിടെ നോക്കുക, 72 75 80 85 75. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് ഓരോരുത്തർക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്ത് കിട്ടണില്ലേ എന്നും കൂടെ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കിട്ടണില്ലേ എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തണം. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഇതില് ചോദിച്ചിട്ടുള്ളത് അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സബീഹ്. സബീഹ് നേടിയിട്ടുള്ള, അപ്പൊ ഇതില് സബീഹ് ഒന്നാമത്തെ കുട്ടിയാണ് സബീഹ് എന്നുള്ളത്. സബീഹ് നേടിയിട്ടുള്ള മാർക്സിന്റെ അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ചോദിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ചോദിക്കണം ഇവിടെ, പെർസെന്റേജ്. അപ്പൊ സബീഹ് നേടിയ മാർക്സ് ഏതൊക്കെയാണ്? 90 50 90 60 70 80. അപ്പൊ ടോട്ടൽ എത്ര മാർക്ക് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. മാർക്കിന്റെ മൊത്തമായിട്ട് കിട്ടിയ മാർക്കുകളുടെ പെർസെന്റേജ്, അപ്രോക്സിമേറ്റ് പെർസെന്റേജ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 90 മാർക്സാ കിട്ടിയിട്ടുള്ളത്. 90 ശതമാനമാണോ? അല്ല, നമുക്ക് മൊത്തം മാർക്സിന്റെ ശതമാനം നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര മാർക്കാന്ന് കാണണം അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര മാർക്കാന്ന് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടി വെക്കണം. 90+50+90+60+70+80. ഇന്ന് കൂട്ടി വെക്കും. 9 9 18 18ഉം 6ഉം 24ഉം 24ഉം 29 36 36ഉം 44 440 ബൈ ഈ 440 എത്രയിലാണ്? നമ്മൾ പെർസെന്റേജ് കാണാൻ അങ്ങനെ എത്രയല്ലേ? ഉദാഹരണത്തിന് ഈ പെർസെന്റേജ് കാണാൻ തന്നെ എന്താ പെർസെന്റേജ് കാണാൻ എല്ലാവരും കൃത്യം അറിയണം കേട്ടോ. അപ്പൊ ഇതില് 90 മാർക്ക് 150 90 മാർക്ക് കിട്ടിയെന്ന് തന്നെ. ഇപ്പൊ മാത്സില് സബീഹിന് 150 ടോട്ടൽ മാർക്സ് 150 ആണ്. അതിൽ 90 മാർക്ക് കിട്ടി. അപ്പൊ അത് 90 മാർക്സാ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ 90 മാർക്കിന് എത്ര ശതമാനം എന്ന് വെച്ചാൽ എങ്ങനെ കാണാം? അപ്പൊ അത് സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അപ്പൊ 90/150, 150ൽ 90 മാർക്ക് കിട്ടി. അതിനെ ശതമാനത്തിൽ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 100 ഇട്ട് ഗുണിക്കണം. ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ പെർസെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ സെന്റ് 100ൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് ഗുണിച്ചാൽ എന്താ കിട്ടും? നമുക്ക് ഇവിടുത്തെ ശതമാനം എത്ര എന്നുള്ളത് കണ്ട് കിട്ടും നമുക്ക്. അപ്പൊ ഇതിങ്ങനെ ഞാൻ ചെയ്ത് നോക്കണില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര ശതമാനം കിട്ടും? അപ്പൊ നമുക്ക് ഇവിടെ പെർസെന്റേജ് ചോദിക്കില്ല. ഇവിടെ മാർക്സ് 90 എന്ന് കിട്ടി. 90 ഇവിടെ 90 ശതമാനം അല്ല. അപ്പൊ ശതമാനം എത്ര എന്നുള്ളത് നമ്മൾ എത്ര ചെയ്യണം? വേറെ കാണണം. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാത്സിന്റെ കാര്യം മാത്രം ചോദിച്ചിട്ടുള്ളത്. സബീഹിന്റെ മൊത്തം മാർക്കുകളുടെ, സബീഹ് കിട്ടിയിട്ടുള്ള മാർക്കുകളുടെ മൊത്തത്തിൽ ഉള്ള ശതമാനം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോപ്സ് മാർക്ക് എന്നുള്ളത് 440 മാർക്ക് കിട്ടിയുള്ളത്. എത്രയിൽ? അപ്പൊ എത്രയിൽ നിന്നുള്ള 440 മാർക്ക് കിട്ടി. ടോട്ടൽ എന്നുള്ള എത്ര എന്നുള്ളതല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ മാർക്സ് എത്രയാണ്? മാക്സിമം മാർക്സ് എത്രയാണ്? 150 പ്ലസ് 130 പ്ലസ് 150 പ്ലസ് 130 പ്ലസ് 120 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 100ഉം 100ഉം 200ഉം 300ഉം 420ഉം 520ഉം 620ഉം 650ഉം 700. അപ്പൊ മാക്സിമം മാർക്സ് 6 വിഷയത്തിലായിട്ട് സബീഹിന്റെ മാക്സിമം മാർക്സ് 700 ആണ്. ആ 700ൽ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 440 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 700ൽ 440 എന്നുള്ളത് എത്ര ശതമാനമാണ്? അപ്പൊ ടോട്ടൽ മാർക്കിന്റെ ശതമാനം എത്രയെന്ന് കണ്ടാൽ മതി, നമുക്ക് കിട്ടും. അപ്പൊ ആ ശതമാനം കാണാൻ നമ്മൾ നേരെ 100 കൊണ്ട് ഹരിച്ചാൽ ഗുണിച്ചാൽ മതി. നേരെ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ശതമാനം കിട്ടും. 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും?
440/7 ഫിസിക്കലിൽ എത്രയാണ്? ഇതിങ്ങനെ ചെയ്തൊക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. 42 നമുക്കറിയാം, 20. അപ്പോ 14 പിന്നെ ഉള്ളത് 6. അപ്പൊ ഇനി അങ്ങനെ പോവും. 60 ആവും. 8 അല്ലേ? 56. അപ്പൊ അങ്ങനെ പോകും. 62.8 അത് കിട്ടി. പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. 62.8 കിട്ടി. അങ്ങനെ പോകും. നമ്മളോട് ഇവിടെ അപ്രോക്സിമേറ്റ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് അക്യുറേറ്റ് വേണ്ട. 62.8 അതിന് പിടിക്കാൻ നമുക്ക്. ഞാൻ അപ്പുറം ഉണ്ടാകുന്നു വേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മുടെ ചോദിച്ച ചോദ്യം കൃത്യമായി മനസ്സിലാക്കും. ഇവിടെ എന്തരേ ചോദിച്ചിട്ടുള്ളൂ? സബീഹിന് കിട്ടിയ മാർക്കുകളുടെ ശതമാനം എത്രയെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ സബീഹിന് കിട്ടിയ മാത്സിൽ കിട്ടിയ മാർക്കിന്റെ ശതമാനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 90/150 × 100 അതിന്റെ മാത്രം ശതമാനം കാണണം. അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ മാത്രം അങ്ങനെ കാണണം. നമ്മൾ ചോദിച്ചാൽ അങ്ങനല്ല. സബീഹിന്റെ മാർക്കുകൾ അവർക്ക് കിട്ടിയ മാർക്ക് അവർക്ക് മാത്സിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടോട്ടൽ എല്ലാ മാർക്സിന്റെയും അത് എത്ര ശതമാനം ഉണ്ട് എന്നുള്ള കണ്ടത്. അപ്പൊ നമ്മൾ ആ ടോട്ടൽ മാർക്സ് നമ്മൾ എടുക്കുന്നു. അതിന്റെ ആ മാക്സിമം മാർക്ക് എത്രയാണ്? മൊത്തം 700 മാർക്കിലാണ് കിട്ടേണ്ടത്. ആ 700 കിട്ടിയത് 440. അപ്പൊ 700-ൽ 440 എത്രയാണെന്നുള്ള ശതമാനം ഇൻറ്റു 100 നമുക്ക് ചെയ്താലും ശതമാനം കിട്ടും. അത് 62.8 സംതിങ് അങ്ങനെയാണ്. അതിന്റെ അപ്രോക്സിമേറ്റ് കണക്ക് എന്നുള്ളത് 62.8 എടുത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? അപ്പോ ഇതൊക്കെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന് തന്നെ നോക്കണം കേട്ടോ. ഒപ്പം തന്നെ നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നോട് പേഴ്സണൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് പോട്ടെ. ഇത് വളരെ ലെങ്തി ആയിരിക്കും. ഒരു കുറെ 25ഓളം ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പൊ അടുത്തത് വാട്ട് ഇസ് ആവറേജ് ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ആൾ കാൻഡിഡേറ്റ്സ് ഇൻ ഫിസിക്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് മാത്സ് കെമിസ്ട്രി ഇതിലൊക്കെ ഫിസിക്സിന്റെ കാര്യം മാത്രം ചോദിക്കണത്. ഫിസിക്സിന്റെ കാര്യം മാത്രം ചോദിക്കണത്. ഫിസിക്സിലെ എല്ലാ കാൻഡിഡേറ്റ്സും ഉണ്ട്. അപ്പൊ സബീന്റെ ഷാമിലിന്റെയും അനിലിന്റെയും അനശ്വരന്റെയും ജോജിന്റെയും ഫാത്തിമിന്റെയും മുഹമ്മദിന്റെയും 2, 4, 6, 7 പേരുടെയും 7 കാൻഡിഡേറ്റ്സിന്റെയും ഫിസിക്സിൽ കിട്ടിയ മാർക്സ് എത്ര എന്ന് ചോദിച്ചിട്ടുള്ളത്? ആവറേജ് ഓഫ് മാർക്സ്, ആവറേജ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ മാർക്ക് സബീന് കിട്ടിയ മാർക്കും ഷാമിലിന് കിട്ടിയ ഫിസിക്സിൽ കിട്ടിയ മാർക്കുകൾ മൊത്തമായിട്ട് അതിന് കൂട്ടണം. അത് സം ചെയ്യണം. അപ്പൊ 90 പ്ലസ് 80 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 85 പ്ലസ് 65 പ്ലസ് 50. 1, 2, 3, 4, 5, 6, 7. ഓക്കെ. ബൈ എത്ര 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 നമ്പർ അവിടെ ഉള്ളത്? 7 ആൾക്കാർ തന്നെ. ഒന്ന് സബീഹ്, ഷാമില്, അനില്, അനശ്വര. 7 സംഖ്യയിൽ 1, 2, 3, 4, 5, 6, 7. അപ്പൊ ബൈ 7. ഇത് നമുക്ക് ഈ മൊത്തം ഫിസിക്സിൽ ഈ 7 പേർക്കും കിട്ടിയ മാർക്കുകളുടെ ആവറേജ് മാർക്ക്, ഫിസിക്സിലെ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് ഇത്രയെന്ന് കിട്ടും. അപ്പൊ നമുക്കൊന്ന് കൂട്ടിയൊക്കെ മതി. ഇത് 9 8 17, 17 7 24, 32, 32, 32, 8, 40, 46, 46, 52/7 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ 52/7 നമുക്ക് അരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കറക്റ്റ് കിട്ടും. കുട്ടികൾക്ക് കറക്റ്റാന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. അപ്പൊ ഏതായാലും 52 എന്നാ പറഞ്ഞ 520 അല്ലേ? 520/7 കുട്ടിക്കാലത്ത് കറക്റ്റ് തന്നെയല്ലേ? ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോ ഇത്ര ഇത് സ്പീഡിൽ പറഞ്ഞുകൊണ്ടൊരു അപ്പൊ 90-ഉം 17-ഉം കറക്റ്റ് ആണല്ലോ അല്ലേ? അപ്പൊ 520/7 എത്രയാണ്? അപ്പൊ 520/7 7 49 അറിയാം നമുക്ക്. 30-ല് നമ്മൾ നേരത്തെ ചെയ്ത് പോയ കണക്ക് തന്നെയാണല്ലോ അല്ലെ? 4 7 28 നമുക്കറിയാം. 2 പോയിന്റ് വരുന്നു. 20 20 20 20
20, 2. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? 74.28 അങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? 14 അങ്ങനെ പോകും. അപ്പൊ തന്നെ നമുക്ക് 6 പിന്നെയും കിട്ടുന്നു. 6, 8 58, 56 അങ്ങനെ പോകുന്നുണ്ട്. നമുക്കിവിടെ 74.28 എന്നുള്ള ഉത്തരം ഇവിടെ വരുന്നുണ്ട്. 74.28 കണ്ടോ? അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കൂട്ടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൃത്യത ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ അതിൽ കൂട്ടുന്നതിൽ കൊളായാൽ എന്ത് ചെയ്യും? മാർക്സ് ആകെ ബാധിക്കും. വളരെ പരമാവധി പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്യാനും ശ്രമിക്കാം. ഇനി 4ാമത്തെ ചോദ്യം, ഹു അമംഗ് ദ ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്സ്? ഈ കൊടുത്തതില് ഏറ്റവും കൂടുതൽ താഴെയുള്ള കുട്ടികളിൽ അപ്പൊ ഇവിടെ ശരിക്കും നോക്കേണ്ട ഈ ചോദ്യത്തിൽ ചോദിക്കണെച്ചാല് ഈ സബിഹ്, ഷാമില്, അനില്, അനശ്വരി കുട്ടികളുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് കിട്ടിയ കുട്ടികൾ ഏതാണെന്നുള്ളത്, ഈ 6 വിഷയത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്നുള്ളത്. അപ്പൊ ഇതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കുട്ടിയുടെ മാർക്ക് അങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം എന്നുള്ളത്. പക്ഷെ നമുക്കൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷനിൽ നാല് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഓപ്ഷനുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ മറ്റു കുട്ടികളൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷനിൽ നമ്മൾ എത്രയാണോ ചോദിച്ചിട്ടുള്ളത് ആ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു സുഖം, അതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിലുള്ളത് സബീഹിന്റെ മാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഷാമിലിന്റെ മാർക്ക് ഉണ്ട്, അനിലിന്റെ മാർക്ക് ഉണ്ട്, ജോജി ഉണ്ട്. അപ്പൊ അപ്പൊ നമ്മള് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഇതിനാടിയും കൂടുതൽ മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മളെ വിഷയമല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ 4 കുട്ടികളിൽ സബീഹ്, ഷാമില്, അനിൽ, ജോജി, ഈ 4 കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവർക്കും കൂട്ടണ്ട, പക്ഷെ ഈ ആളുകളെ നമുക്ക് കൂട്ടും വേണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് സബീഹിന്റെയും അതുപോലെ ഷാമിലിന്റെ ഒക്കെ നമ്മൾ ഓൾറെഡി കൂട്ടിക്കഴിഞ്ഞാൽ മാർക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാണ്. കഴിഞ്ഞ മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ടില്ലേ? അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഷാമിലിന്റെ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാണ്. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് സബീഹിന്റെയും ഷാമിലിന്റെ നമ്മളിപ്പോ എക്സാം വരുന്ന സമയത്തേക്ക് നമുക്ക് റഫ് പേപ്പർ വരും. ആ റഫ് പേപ്പർ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വേറെ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ സബീഹിന്റെയും ഷാമിലിന്റെ ഓൾറെഡി കൂട്ടി, അപ്പൊ ആ മാർക്ക് മാത്രം നോക്കി ആ മാർക്ക് നേരെ എടുക്കുക. അനിലിന്റെതും ജോജിന്റെയും നമുക്ക് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഹയസ്റ്റ് മാർക്സ് ആർക്കാന്നുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സബീഹിന്റെത് 90 + 50 + 90 + 60 + 70 + 80. അപ്പൊ നമുക്കത് കൂട്ടി നമുക്കതിന് 90 + 50 + 90 + 60 + 70 + 80 നമ്മള് കൂട്ടിയാൽ മാർക്ക് കിട്ടൂല്ലോ അല്ലെ? 440 നമുക്ക് നേരത്തെ ചെയ്തതും 440. അതുപോലെ ഷാമിലിന്റെ നമ്മൾ തൊട്ട് 30 ചെയ്തിട്ടുള്ളല്ലോ അല്ലേ? ഷാമിലിന്റെ നമ്മള് 450 അല്ലെ കിട്ടിയ? 450 ആണോ നോക്കുക, ഓർമ്മ ശരിയാണെങ്കിൽ 450 ആണ്. 100 + 16, 16, 20, 30, 38, 38, 45, 450. ഓക്കെ അല്ലേ? ഇനി അനിലിന്റെ എത്ര ആയിരിക്കും? 9, 6, 15, 2, 20. അത് 450 തന്നെയല്ലേ? 450. അതുപോലെ തന്നെ അടുത്ത് ജോജിന്റെ ആണ്. അപ്പൊ അനശ്വരന്റെതും ഫാത്തിമന്റെ മുഹമ്മദിന്റെതും നോക്കണ്ട, നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. ജോജിന്റെത് 80, 65 ഏറെക്കുറെ ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? അത് തൊട്ടുമ്പോ നമ്മൾ കൂട്ടിന് ആൾക്കാർ ഇങ്ങനെ കുറച്ചാലും മതി, അങ്ങനെയും കിട്ടും നമുക്ക്. 5, 85, 95, 50, 90, 400, 465 അല്ലേ? അപ്പൊ 440, 450, 450, 465. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? 465 അല്ലേ? ജോജിന്റെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 4 ആളുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആള് ആരാണ്? ജോജി ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ അവസാനത്തെ ചോദ്യമാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതില് അവസാനത്തിലുള്ളത് നേരത്തെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് മൊത്തത്തില് 4 കുട്ടികളെ ഓപ്ഷൻസ് തന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് എല്ലാ വിഷയങ്ങളായിട്ട് മാർക്സ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. സബീഹ്, ഷാമിൽ, അനശ്വര, ജോജി. നമ്മൾ തൊട്ടുമ്പോ ചെയ്ത കണക്ക് തന്നെയാണ് ഈ ആൾക്കാർ തന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ UGC നമുക്ക് അത്ര പ്രയാസമാവേണ്ട നിലക്ക് അത് അത്ര സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ മാർക്സ് തന്നെ ചെയ്ത് കൂട്ടി തന്നെ നമുക്ക് എടുക്കാം. ചോദിക്കുന്നത് ഫിസിക്സ് എല്ലാ വിഷയത്തിൻ്റെ ഇല്ല. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയും മാത്സിൻ്റെയും
ഈ വിഷയങ്ങളിൽ ഇവർക്ക് കിട്ടിയ മാർക്കുകളുടെ ഏറ്റവും ഹയസ്റ്റ് പേഴ്സൻറ്റേജ്, ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്ക് എന്നുള്ളതല്ല ചോദ്യം, പേഴ്സൻറ്റേജ് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് ആർക്ക് എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചോദ്യം വരുമ്പോഴേ, ഇപ്പൊ ഇവിടെ ഫിസിക്സ് എന്നുള്ള കാര്യം എടുക്കുക. അപ്പൊ ഫിസിക്സിൽ സബീഹിന് 120 90 കിട്ടിയത്, ഷാമിലിനോ 80 കിട്ടിയത്. എത്രയിൽ തന്നെയാണ്? 120 തന്നെയാണ് ഷാമിലിനും 80 കിട്ടിയിട്ടുള്ളത്. പിന്നെ അനശ്വരാക്ക് 80 കിട്ടിയിട്ടുള്ളത്. അനശ്വരാക്ക് 80 കിട്ടിയതിൽ തന്നെയാണ് ഫിസിക്സിൽ 120 തന്നെയാണ് അനശ്വരാക്ക് കിട്ടിയിട്ടുള്ളത്, ജോജിക്ക് 85. അപ്പൊ ഇതിൽ ശ്രദ്ധേയമായ കാര്യം ചിലപ്പോൾ സബീഹ്, ഷാമിൽ, അനശ്വര ഇവർക്കൊക്കെ ഒരേ മാർക്ക് 120 തന്നെയാണ് ഇവർക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കേ ഹയസ്റ്റ് പേഴ്സൻറ്റേജ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സൻറ്റേജ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ആ സപ്പ 90/120 × 100 80/100 ഓരോരുത്തരുടെ മാർക്കും അതിന്റെ ശതമാനം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതൽ ഏതാണ് അങ്ങനെ നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം എന്താണ്, ഇവിടെ ഏറ്റവും ഉദാഹരണത്തിന് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ സബീഹിന് 190 മാർക്ക് കിട്ടി, ഷാമിലിന് 80 മാർക്ക് കിട്ടി, അനശ്വരക്ക് 80 മാർക്ക് കിട്ടി, ജോജിക്ക് 85 കിട്ടി. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളാരാണ്? സബീഹാണ്. കാരണം സബീഹിന് 120 90 കിട്ടിയിട്ടുണ്ട് അല്ലെ, 120 90 കിട്ടിയിട്ടുണ്ട്. മറ്റേത് 80 80 85 ഉള്ളൂ. അപ്പൊ സബീഹിനാണ് കൂടുതൽ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ നാലാള് സബീഹ്, ഷാമില്, അനശ്വര, ജോജി, ഇവരില് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആർക്കാണുള്ളത്? അത് ആർക്കെന്നായിരിക്കും? ഈ 90 കുട്ടിക്ക് തന്നെ ആയിരിക്കും. മറ്റുള്ളവർക്ക് 80ഉം അതിന് കുറവാണുള്ളത്. അപ്പൊ 2% കൂട്ടിണ്ടാവും. കാരണം എല്ലാവർക്കും 120 തന്നെയാണ് മാർക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഓക്കെ, സബീഹിന് 120 80, ഷാമിലിന് 100 80 എന്നുണ്ടെങ്കിൽ അവ കൂടിയേക്കാം. സബീഹിന് 120 90 ഉള്ളത്, ഷാമിലിന് 100 80 എന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് മാറും. ഇവിടെ പേഴ്സൻറ്റേജ് മാറാൻ ഒക്കെ 120 തന്നെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? പേഴ്സൻറ്റേജ് കണ്ടിട്ട് നമ്മൾ സമയം കളയാൻ നിൽക്കണ്ട. എന്ത് കണ്ടാ മതി? നേരെ ഈ കുട്ടികളുടെ സബീന്റെയും ഷാമിലിന്റെ അനശ്വരന്റെയും ജോജിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെ മാർക്ക് കൂടെ കൂട്ടുക. ആ കൂട്ടാൻ വലിയ പണി നമുക്കൊക്കെ അറിയുന്ന സാധനമല്ലേ. ആ കൂട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ളത് അവർക്ക് തന്നെ ആയിരിക്കും പേഴ്സൻറ്റേജും കൂടുതൽ ഉണ്ടായിരിക്കുക. കാരണം ഒരേ മാർക്കാണ് എല്ലാവർക്കും ഉള്ളത്. ഒരേ മാക്സിമം മാർക്കാണ് എല്ലാത്തിനും ഉള്ളത്. ഇപ്പൊ മാത്സിന് 150 എന്ന് പറഞ്ഞാല് അത് എല്ലാ കുട്ടികൾക്കും 150 തന്നെയാണ്, ഒരു കുട്ടിക്ക് മാത്രമല്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അത് കണ്ടാൽ മാത്രം നമുക്ക് അത് കണ്ടാൽ മതി, ഇത്ര നേരം കിട്ടും. സബീഹ് എന്നുള്ളത്, സബീഹിന്റെ ടോട്ടൽ മാർക്ക് എത്ര? മാത്സിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും കൂടി എത്ര മാർക്സ് ഉള്ളത്? മാത്സിലും ഫിസിക്സും കെമിസ്ട്രിയിലും മാത്സിൽ 90 50 90 അല്ലെ, 230 അല്ലേ സമീഹിനുള്ളത്. ഇനി ഷാമിലിന് ഇതേ ഉള്ളത് 260 അല്ലെ, 16 160ഉം 260. പിന്നെ ഉള്ളത് അനശ്വരക്ക് 225 അല്ലേ. അതേപോലെ തന്നെ എന്തായാലും കുറവാണ് അർത്ഥം, കണക്ക് തെറ്റിയാലും കുഴപ്പമില്ല. ജോജിക്ക് ഇതേപോലെ തന്നെ അല്ലേ മാർക്ക്, 230 ആവുന്നേ ഉള്ളൂ. അപ്പൊ മാർക്ക് എത്ര ആണെങ്കിലും ഒരാൾക്ക് 230, മറ്റേ ആൾക്ക് 260, മറ്റേ ആൾക്ക് 225, നാലാമത്തെ ആൾക്ക് 230. അപ്പൊ ഈ മാർക്സ് കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണുള്ളത്? ഷാമിലിനാണ് 260 260 അല്ലേ ടോട്ടൽ വലുത് എന്നുള്ളത്. അപ്പൊ ഹയസ്റ്റ് മാർക്ക് ഉള്ളത് ഷാമിലിനാണ്. ഇവൻക്ക് തന്നെ ആയിരിക്കും ഹയസ്റ്റ് പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ ഞാൻ പറയാൻ കാരണം എന്താന്നുള്ള തൊട്ടും വിശദീകരിച്ചിരുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഷാമിലിനാണ് ഹയസ്റ്റ് പേഴ്സൻറ്റേജ് ഓനക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ഹയസ്റ്റ് മാർക്കും ഓനക്ക് തന്നെ ഉണ്ടായിരിക്കുന്നുണ്ടാവുക ഷാമില്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പൊ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചോദ്യങ്ങൾ കറക്റ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും വിശദീകരിക്കാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു 30ഓളം 25ഓളം ചോദ്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളതാണ്, പെട്ടെന്ന് പോകുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഭാഗം എന്നുള്ളത് ഇനി 11ാമത്തെ അതിലെ ചോദ്യങ്ങൾ എന്നുള്ളത് ലോജിക്കൽ റീസണിലെ ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതാണ് അടുത്ത ലോജിക്കൽ റീസണിലെ ചോദ്യങ്ങളാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നോക്കുക, സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് സം ഡിവൈസസ് ആർ നോട്ട് ലാപ്ടോപ്സ്, സം ഡിവൈസസ് ആർ നോട്ട് ലാപ്ടോപ്സ്, ഇത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പ്രകാരം താഴെയുള്ള 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്, നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസും പഠിച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കൺക്ലൂഷൻ കിട്ടുന്നത്, അത് നമുക്ക് എടുക്കുന്ന അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫറൻസ് കിട്ടുന്ന ഇൻഫറൻസ്, അത് ഇമ്മീഡിയറ്റ് ആണ്, പെട്ടെന്ന് കിട്ടുന്ന ഇൻഫറൻസ് ആണ്. അപ്പൊ അതിൽ പെട്ടാണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്.
അപ്പൊ അതൊന്നും ഇനി വിശദീകരിക്കേണ്ട കാര്യമൊന്നും വിചാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഭാഗം നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സം ഡിവൈസ് ആർ നോട്ട് ലാപ്ടോപ്സ് എന്ന് പറയുമ്പോൾ അത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ താഴെ ഓപ്ഷനിൽ ഏതായിരിക്കും ഫാൾസ് ആയിരിക്കുക എന്ന് ചോദിക്കണം. അപ്പൊ ഇത് പറഞ്ഞതിന് മുമ്പ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നേരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറയണം ആൾ കാറ്റ്സ് ആർ എനിമൽസ്. എല്ലാ പൂച്ചകളും എനിമൽസ് എന്ന് പറഞ്ഞു. എല്ലാ പൂച്ചകളും എനിമൽസ് എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ അത് പറയുമ്പോ തന്നെ എന്ത് മനസ്സിലാക്കാം? എന്റെ വീട്ടിലുള്ള മൈ കാറ്റ് ഈസ് എനിമൽ. ഇത് ഒരു ഇൻഫറൻസ് ആണ്. ഇപ്പൊ നമ്മളോട് ഒരാൾ പറയാണ് ലോകത്തെ എല്ലാ പൂച്ചകളും അത് മൃഗങ്ങളാണ്, അനിമൽസ് ആണെന്ന് പറയണെങ്കിൽ അത് പറയുമ്പോ തന്നെ എനിക്ക് എന്ത് ഇൻഫർ ചെയ്തെടുക്കാം? അപ്പൊ എന്റെ പൂച്ചയും എനിമലാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ കാറ്റും എനിമലാണ്. അപ്പൊ ഇതിനൊക്കെയാണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയാം. ഇതേ സമയത്ത് നമ്മളോട് എന്ത് ചെയ്യാണ്? ഒരു ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, അത് നമ്മൾ പ്രമിസ് എന്ന് വിളിക്കും. രണ്ടാമത് വേറൊരു പ്രമിസ് വരുന്നു. ഈ രണ്ട് പ്രമിസുകളിൽ നിന്നായിട്ട് നമുക്ക് കൺക്ലൂഷൻ കിട്ടുന്നു, ഒരു സിലോജിസം ടൈപ്പ്. അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് പ്രമിസുകളിൽ നിന്ന് ഒരു കൺക്ലൂഷൻ കിട്ടുക, അത് നമുക്ക് ഇമ്മീഡിയറ്റ് അല്ല, അത് മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. സമയം എടുത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു രണ്ട് പ്രമിസുകൾ വന്നിട്ട് ആ പ്രമിസ് കറക്റ്റ് ആണൊക്കെ നോക്കിയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. അപ്പം ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. കണ്ടില്ലേ? സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം കാറ്റഗോറിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. കാറ്റഗോറിക്കൽ പ്രിൻസിപ്പിൾ 4 കാറ്റഗോറിക്കൽ പ്രിൻസിപ്പിൾ ഉള്ളത്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയണം. സാധാരണ നമ്മൾ പറയുന്ന ഉദാഹരണം എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നവരാണ്. മെൻ ആർ മോർട്ടൽ. അപ്പൊ ഇവിടെ നമ്മൾ മെൻ ആർ മോർട്ടൽ, മനുഷ്യർ മരിച്ചു പോകുക എന്നുള്ളത് നമുക്ക് പല കാറ്റഗറികളും കൊടുക്കാൻ പറ്റും. ഇതിൽ ഒരു കാറ്റഗറിയാണ് ആൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നുള്ളത്, ആൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളത്. രണ്ടാമത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്, ഈ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടീഷൻസിനെ പറയാം. കണ്ടീഷൻ അല്ല കേട്ടോ, അങ്ങനെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി, എല്ലാം അല്ലെങ്കിൽ കുറവ്, ആണ്, എല്ലാം എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറീസ് കൊടുക്കുക. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നോ കൊടുക്കാൻ പറ്റും. നോ മെൻ ആർ മോർട്ടൽ, ഒരു മനുഷ്യരും എന്തല്ല, മോർട്ടൽ അല്ല, അങ്ങനെ പറയാം. മൂന്നാമത് കൊടുക്കാൻ സമ്മ് കൊടുക്കാൻ പറ്റും. എല്ലാ മനുഷ്യരെ പറ്റി പറയാൻ, പക്ഷെ ചില മനുഷ്യർ മോർട്ടലാണ്, സം മെൻ ആർ മോർട്ടൽ, അങ്ങനെ പറയാൻ പറ്റും. നാലാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് സം നോട്ട്. ചില മനുഷ്യർ മോർട്ടൽ എന്ന് പറയുമ്പോൾ ചില മനുഷ്യർ എന്തല്ല, മോർട്ടലല്ല. മോർട്ടൽ അല്ലാത്ത മനുഷ്യരും കുറച്ചുണ്ട്. അപ്പൊ സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 4 കാറ്റഗറീസ് കൊടുക്കാൻ പറ്റും. ഈ പ്രപ്പോസിഷൻസിനാണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഉണ്ട്. ഇപ്പം 4 പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ ആള്, നോ, സം നോട്ട്, 4 പറഞ്ഞല്ലോ. ഇവകൾക്കിടയിലുള്ള ഒരു ബന്ധത്തിനെയാണ്, ഇത് പറയാനുള്ള ഒരു ബന്ധത്തിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിന് റിലേഷൻസ് പറയാം. ഇതിൽ ഒരു റിലേഷനാണ് ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്ക്വയർ രീതിയിൽ നമുക്ക് ഇതിനെ വരക്കാം. ആള്, നോ, സം നോട്ട്. ഇതിപ്പോ ഒരു സ്ക്വയർ ടൈപ്പ് ആയില്ലേ? ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ എന്ന രീതിയിൽ വരച്ചൂടെ? അപ്പൊ ഇതാണ് ആള്, നോ, സം നോട്ട്. ഈ ആളും സം നോട്ടും തമ്മിലുള്ള ബന്ധം, നോയും സമയും തമ്മിലുള്ള ബന്ധത്തിനാണ് കോൺട്രാഡിക്ഷൻ എന്ന് പറയാം. കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആള് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കോൺട്രാഡിക്ഷൻ ഏതാണ്? ആളിന്റെ കോൺട്രാഡിക്ഷൻ ഏതാന്ന് പറഞ്ഞത്? സം നോട്ട് എന്നല്ല പറഞ്ഞത്. ഈ കോൺട്രാഡിക്ഷന് ഫാൾസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് കോൺട്രാഡിക്ഷൻ. അതേ സമയത്ത് ഇത് മാത്രമല്ല, ഇത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ, സം നോട്ട് ആണ് ട്രൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺട്രാഡിക്ഷൻ ഏതാണ്? ആള്. ഇത് ഫാൾസ് ആയിരിക്കും. അപ്പൊ എന്താ മനസ്സിലായി? കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാൾസ് ആണെങ്കിൽ അതിന്റെ കോൺട്രാഡിക്ടറി വരുന്ന അതിന്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ഇനി ഇത് ട്രൂ ആണെന്ന് പറയുന്നത് അതിന്റെ കോൺട്രാഡിക്ടറി വരുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയിരിക്കും. അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ്, ഇത് ട്രൂ ആണെങ്കിൽ അത് ഫാൾസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂവും ഫാൾസും ആവാം. ഈ ബന്ധത്തിന് നമ്മൾ കോൺട്രാഡിക്ഷൻ എന്ന് പറയാം. കണ്ടോ? അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് ഇത് ഒന്ന് കോൺട്രാഡിക്ഷൻ. ഇനി ഓരോ സന്ദർഭം നമുക്ക് ഓരോന്ന് പറയാം. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഇവിടെ ചോദിച്ച ചോദ്യം എന്നുള്ളത് ഒരു സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പ്രകാരം ഇവിടെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സം ഡിവൈസ് ആർ നോട്ട് ലാപ്ടോപ്സ്. ഞാൻ ആള് പറഞ്ഞു, നോ പറഞ്ഞു, സം പറഞ്ഞു, സം നോട്ട് പറഞ്ഞു. ഇത് ഏത് കാറ്റഗറിയിലെ പെടുക? കാറ്റഗറി പ്രൊപ്പോസല്
സം നോട്ട് അല്ലെ, സം ഡിവൈസർ ആർ നോട്ട് കണ്ട സം നോട്ട് ഉണ്ട് അവിടെ. അപ്പൊ സം നോട്ടിൽ എവിടെ, അപ്പൊ ഇത് കണ്ട് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഫാൾസ് ഏതാണ് ആവുക? നമുക്ക് എന്താ പറയാ, കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറയാം. അതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയിരിക്കും. അത് നമുക്കറിയാലോ. അപ്പൊ സം ഡിവൈസ് ആർ നോട്ട് ലാപ്ടോപ്സ് എന്നുള്ളത് അത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കോൺട്രാഡിക്ടറി വരുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും, ഫാൾസ് ആയിരിക്കും. നമ്മൾ ചോദിക്കുന്നതാണ്, ഇനി ഇത് കിട്ടുമ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ സം നോട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സം നോട്ടിന്റെ കോൺട്രാഡിക്ടറി ഏതാണ്? ആളാണ് സം നോട്ടിന്റെ കോൺട്രാഡിക്ടറി, അത് ഫാൾസ് ആയിരിക്കും. ഇതല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സം ഡിവൈസസ് ആർ നോട്ട് ലാപ്ടോപ്സ് എന്നുള്ളതിന്റെ ആൾ എന്താണ്? ആൾ ഡിവൈസസ് ആർ ലാപ്ടോപ്സ്. ഇതാണല്ലോ അതിന്റെ കോൺട്രാഡിക്ഷൻ എന്നുള്ളത്. ഈ കോൺട്രാഡിക്ഷൻ എന്തായിരിക്കും? ഈ കോൺട്രാഡിക്ഷൻ നിർബന്ധമായിട്ടും ഫാൾസ് ആയിരിക്കും. കാരണം സം നോട്ട് ഇവിടെ ട്രൂ ആണ്, അപ്പൊ അതിന്റെ കോൺട്രാഡിക്ഷൻ ഫാൾസ് ആയിരിക്കും. എവിടെ? ആൾ ഡിവൈസസ് ആർ ലാപ്ടോപ്സ്. കണ്ടോ? അപ്പൊ ഈ ഒന്നാമത്തെ ഉത്തരമാണ് കറക്റ്റ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. അടുത്ത ചോദ്യം എന്നുള്ളത് 12ാമത്തെ ചോദ്യം. ആൾ സോങ്സ് ആർ മെലഡിയസ് പോയംസ് എന്നുള്ളത് ഈസ് ഗിവൺ ആസ് ഫാൾസ് എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതിൽ ഏതാണ് നമുക്ക് ട്രൂ ആയിട്ട് പറയാൻ പറ്റുക? ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞതാണ്, അതേപോലെ തന്നെയാണല്ലോ ഇത്. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താണ്, ഇത് ട്രൂ ആണ്, അങ്ങനെയാണെങ്കിൽ ഫാൾസ് അതായിരിക്കും. ഇതിന് നേരെ തിരിച്ച് അടുത്ത ചോദ്യം എന്നുള്ളത് നേരെ തിരിച്ച് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, അങ്ങനെ ട്രൂ അതായിരിക്കും. നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഒന്ന് ഫാൾസ് എന്ന് പറഞ്ഞാൽ മറ്റേ ട്രൂ ആയിരിക്കും. ഇത് ട്രൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഫാൾസ് ആയിരിക്കും. നേരത്തെ കണ്ടോ, ഇവിടെ ട്രൂ എന്ന് പറഞ്ഞത്, അപ്പൊ അതിന്റെ കോൺട്രാഡിക്ഷൻ ഫാൾസ് ആയി. ഇവിടെ ഫാൾസ് എന്ന് പറഞ്ഞത്, അപ്പൊ അതിന്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ആൾ സോങ്സ് ആർ മെലഡിയസ് പോയംസ്, ഇതിന്റെ കോൺട്രാഡിക്ടറി എന്താണ്? ഇത് ഓൾ ആണ്. ഓളിന്റെ കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ സം നോട്ട് ആണ്. അപ്പോ ആൾ സോങ്സ് ആർ മെലഡിയസ് പോയംസ് എന്നുള്ളതിന്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് എന്താണ്? സം നോട്ട് എന്ന് പറഞ്ഞാല് സം സോങ്സ് ആർ നോട്ട് മെലഡിയസ് പോയം. സം സോങ്സ് ആർ നോട്ട് മെലഡിയസ് പോയം. ഇതാണ് അതിന്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. ഇത് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, which of the following statements is equivalent to the statement some teachers are not fascists? ഞാനിത് അത്ര പറയാത്തത് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ലൈവ് ക്ലാസ് 3 സെഷനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതുമാണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അതൊക്കെ കേൾക്കും. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഈക്വൽ ടു ദ സ്റ്റേറ്റ്മെന്റ്? ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ലോജിക് റീസണിംഗ് വരാൻ സാധ്യതയുള്ള ചോദ്യം. അത് ഈക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇവിടെ സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ് എന്ന് കൊടുത്തുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇതിനോട് ഈക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ് എന്നുള്ളതിന് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് മാറ്റം വരുത്തിയാലും നമുക്ക് അതേ അർത്ഥം കിട്ടും. അത് ഈ ഈക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കിട്ടണം. അപ്പൊ അതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഓപ്ഷൻ എന്തായിരിക്കണം? കോൺട്രാപോസിഷൻ ആയിരിക്കണം. കോൺട്രാപോസിഷൻ എന്ന് പറഞ്ഞാല് അതെങ്ങനെ എടുക്കുക വെച്ചാൽ, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺട്രാപോസിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതും അതേ അർത്ഥമായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചില അധ്യാപകർ ഫാസിസ്റ്റുകളല്ല. ഇതേ മീനിങ് തന്നെ, ഇതേ ഈക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റിനായിരിക്കും ഇതിനെ കോൺട്രാപോസിറ്റഡ് ആയിട്ട് നമ്മൾ എടുത്താൽ. അപ്പൊ അതിന്റെ കോൺട്രാപോസിറ്റ് എടുക്കുക എങ്ങനെയാണ്? ആ എടുക്കുക എങ്ങനെയാണെന്നാണ് അപ്പൊ ആ ഒരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ അതിന്റെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സം നോട്ട് അവിടെ ഉള്ളത് അല്ലെ, കാറ്റഗറി സം നോട്ട് അല്ലേ. സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ്. അപ്പൊ സം നോട്ട് ഉണ്ട് ഇവിടെ. കോൺട്രാക്ട് എടുക്കേണ്ടത് ഈ സം നോട്ട് അതേപോലെ തന്നെ കിടക്കണം, അത് മാറ്റം വരുത്തണ്ട. മറിച്ച് എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഫാസിസ്റ്റ് എന്നുള്ളത് ഇവിടെ പ്രെഡിക്കേറ്റ് ആണ്, രണ്ടാമത് ഒന്നൊക്കെയാണ്. ടീച്ചേഴ്സ് എന്നുള്ളത് ഇവിടുത്തെ ഒന്നാമതാണ്. സം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഫസ്റ്റ് വരുന്നു, രണ്ടാമത് ഫാസിസ്റ്റ് വരുന്നു. ആ ഒന്നാമത് വരുന്നതാണ് സബ്ജക്ട് എന്ന് പറയാം, രണ്ടാമത് തന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ കാട്ടുന്നത് വെച്ചാല് ഈ ഫാസിസ്റ്റിനെ പിടിച്ച് നമ്മൾ ഇപ്പുറത്ത് കാക്കണം, ഈ ടീച്ചേഴ്സിനെ പിടിച്ച് നമ്മൾ ഇപ്പുറത്ത് കാക്കണം. ഇതാണ് ഫസ്റ്റ് കാട്ടേണ്ടത്. അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ട് പൊസിഷൻ മാറ്റണം. അപ്പൊ പൊസിഷൻ മാറ്റുമ്പോൾ ഫാസിസ്റ്റ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവരണം. അപ്പൊ തുടക്കത്തിൽ കൊണ്ടുവരുമ്പോൾ വെറും ഫാസിസ്റ്റിനെ കൊടുത്താൽ പോരാ, അതിന് നമ്മുടെ ശരീരം കോംപ്ലിമെന്റ് കൊടുക്കണം, നെഗറ്റീവ് കോംപ്ലിമെന്റ് കൊടുക്കണം. നണ്ണ് എന്ന് പറയുന്ന ഒരു കോംപ്ലിമെന്റ് കൊടുക്കണം. ഇവിടെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ നണ്ണ് കൊടുത്ത എന്താ? ഫാസിസ്റ്റ് അല്ലാത്തത് എന്നർത്ഥം കിട്ടുക. അത് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ വെറും ഫാസിസ്റ്റ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിനും സബ്ജക്റ്റ് കൊടുത്താൽ പോരാ,
അതിനെ നൺ എന്ന് പറയുന്ന ഒരു കോംപ്ലിമെന്റ് കൂട്ടിക്കാണ്ട് കൊണ്ടുവരണം. അപ്പൊ നൺ ഫാസിസ്റ്റ് എന്നുള്ളത് കൊടുന്നു. സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് ഇപ്പൊ ടീച്ചേഴ്സിന് അപ്പുറം പോയി തന്നെയില്ലേ. അപ്പൊ ടീച്ചേഴ്സ് അപ്പുറം വെറും ടീച്ചേഴ്സ് പോയ പോലെ എന്തെന്നെ വരണം, നണ്ണ് കൂടണം, നൺ ടീച്ചേഴ്സ്. അപ്പൊ സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് നൺ ടീച്ചേഴ്സ്. അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് ഒരേ ട്രൂത്ത് ടേബിൾ കിട്ടും, ഒരേ അർത്ഥമായിരിക്കും, ഏറെക്കുറെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ കോൺട്രാപോസിഷൻ എന്നുള്ളത്. അപ്പൊ അതാണ് ഇക്വാലന്റ് ചോദിക്കുമ്പോൾ നമുക്ക് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ, സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് നൺ ടീച്ചേഴ്സ്. സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് നൺ ടീച്ചേഴ്സ്. അപ്പൊ ഈ ഓപ്ഷൻ 4th one ഉണ്ടല്ലോ, ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ സം ടീച്ചേഴ്സ് ആർ നോട്ട് ഫാസിസ്റ്റ് എന്നുള്ളതിന്റെ കോൺട്രാപോസിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ അവസാനം പറഞ്ഞ ഓപ്ഷൻ 4th one പറഞ്ഞിട്ടുള്ള സം നൺ ഫാസിസ്റ്റ്സ് ആർ നോട്ട് നൺ ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഈ 14ാമത്തെ ചോദ്യം എന്നുള്ളത്, താഴെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള ബന്ധം എങ്ങനെ വെച്ചാല് ഇതിൽ വൺ ഓഫ് ദം ഈസ് ട്രൂ, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ എന്നാൽ മറ്റേത് ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഇത് നമ്മൾ പെയിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ കോൺട്രാഡിക്ഷനെ കുറിച്ചല്ലേ നമ്മളിത് പറഞ്ഞത്. ഒന്ന് ട്രൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിഷൻ എന്തായിരിക്കും, അതിന്റെ കോൺട്രാഡിക്റ്റർ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഇനി ഇത് ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കോൺട്രാഡിക്റ്ററി വരുന്നത് ട്രൂ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനോട് ചോദിച്ചിട്ടുള്ളത്, ഇഫ് വൺ ഓഫ് ദം ഈസ് ട്രൂ ആണെങ്കിൽ അതർ മസ്റ്റ് ബി ഫാൾസ് ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ കോൺട്രാഡിക്റ്ററിയുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റത് ട്രൂ ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. ഇത് കോൺട്രാഡിക്റ്ററിയുടെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് കോൺട്രാഡിക്റ്ററി ഏതൊക്കെയാണെന്ന് അറിയാം. ആളും അതേപോലെ തന്നെ സംനോട്ടും ആണ് കോൺട്രാഡിക്റ്ററി. അതേപോലെ തന്നെ നോയും സമ്മും തമ്മിൽ കോൺട്രാഡിക്റ്ററി ആണ്. അപ്പൊ ആളും സംനോട്ടും നോയും സമ്മും ഇത് ഇവിടെ ഉണ്ടോ നോക്കുക. ആൾ നോവലിസ്റ്റ് ആർ റൈറ്റേഴ്സ്, ഇത് ആളാണ്. ഇതിന്റെ കോൺട്രാഡിക്റ്ററി എന്തായിരിക്കും, സംനോട്ട് ആയിരിക്കും. ഇതിൽ സംനോട്ട് ഉണ്ടാ, സം നോവലിസ്റ്റ് ആർ നോട്ട് റൈറ്റേഴ്സ്, കണ്ടാ, ഇത് സംനോട്ടുമാണ്. ഇത് തമ്മിൽ കോൺട്രാഡിക്റ്ററി ആണ്. എയും ഡിയും കണ്ട, എ ആൻഡ് ഡി ഓൺലി. ഇനി നോയും സമ്മും തമ്മിൽ കോൺട്രാഡിക്റ്ററി ഉണ്ട്. നോ നോവലിസ്റ്റ് ആർ റൈറ്റേഴ്സ്, ഇത് നോ ആണ്. ഇതിന്റെ കോൺട്രാഡിക്റ്ററി സമ്മാണ്. സം നോവലിസ്റ്റ് ആർ റൈറ്റേഴ്സ് എന്നുള്ളതാണ്. അതിൽ കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ സം നോൺ നോവലിസ്റ്റ് ആർ നോട്ട് റൈറ്റേഴ്സ് എന്നിട്ട് വേറെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ ആളും സംനോട്ട് ഇവിടെ ഉള്ളത് എ ആൻഡ് ഡി ഓൺലി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ലോജിക് റീസണിംഗിലെ അവസാനത്തെ ചോദ്യമാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഇക്വാലന്റ്? താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ലോജിക്കലി ഇക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നേരത്തെ ലോജിക്കലി ഇക്വാലന്റ് എന്നിട്ട് ചോദ്യങ്ങൾ ഉപയോഗിക്കും. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ലോജിക്കലി ഇക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് 2 സ്റ്റേറ്റ്മെന്റുകൾ. ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ലോജിക്കലി ഇക്വാലന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കോൺട്രാപോസിഷൻ വരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ നിങ്ങൾ മനസ്സിലേക്ക് രണ്ടാമത് വരേണ്ടത് കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ നോ പെൻ ആർ ബുക്സ്, ഒരു പേനയും പുസ്തകമല്ല എന്ന് പറഞ്ഞാല് ഇതിന്റെ കൺവേർഷൻ എന്ന് പറഞ്ഞാല് ഇതിനെ നമ്മൾ ഇപ്പുറത്തും കൊണ്ടുവരിക, ഇതിനപ്പുറത്തും കൊണ്ടുവരിക. എന്തായപ്പോ നോ ബുക്സ് ആർ പെൻ. ഒരു പേനയും പുസ്തകമല്ല എന്നുള്ളതും ഒരു പുസ്തകം പേനയില്ല എന്നുള്ളതും രണ്ടും ഒന്ന് തന്നെയല്ലേ. ഇതാണ് കൺവേർഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും, അതിന്റെ കൺവേർഷനും ട്രൂ ആയിരിക്കും. ഇത് ഫാൾസ് ആണെങ്കിൽ ഇതിന്റെ കൺവേർഷനും ഫാൾസ് ആയിരിക്കും. ഇതാണ് ലോജിക്കലി ഇക്വാലന്റ് തന്നെ. അത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, ഇത് ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും. അതാണ് ലോജിക്കലി ഇക്വാലന്റ് തന്നെ. അപ്പൊ ഇവിടെ ഇതേപോലെ ഉണ്ടോ നോക്ക്, കണ്ടോ, നോ ബുക്സ് ആർ ടേബിൾസ്. നേരെ തിരിച്ചിട്ട് അതിന് നേരെ കൺവേർഷൻ ആണ് നോ ടേബിൾസ് ആർ ബുക്സ്. ഇത് തമ്മിൽ നല്ല ലോജിക്കലി ഇക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, കാരണം കൺവേർഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാത്തിനും പറ്റൂല കേട്ടോ. നോക്കൊക്കെ പറ്റുള്ളൂ, എല്ലാത്തിനും പറ്റൂല. നോ അതുപോലെ സമ്മിനും നോക്ക് മാത്രമേ കൺവേർഷൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാൻ. ഈ ലോജിക്കലി കൺവേർഷൻ പറ്റും, ലോജിക്കലി ഇക്വാലന്റ് ആവുന്ന വിഷയത്തിൽ നോക്കും സമ്മിനും മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നോ ബുക്സ് ആർ ടേബിൾസ് അതിന്റെ നേരെ കൺവേർഷൻ ആണ് ആൾ നോട്ട് ടേബിൾസ് ആർ ബുക്സ്. എ ആൻഡ് ബി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടിയാൽ ഇനി വേറെ ഉള്ളതൊന്നും പോകണ്ട, നിങ്ങൾ വേറെ കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഞാൻ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോജിക്കൽ റീസണിങ് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അപ്പോൾ നമ്മളിപ്പോ ലോജിക് റീസണിങ് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം എന്നുള്ളത്, അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ചില ഭാഗങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ അതിലെ 21ാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ചോദ്യം എന്തായിരുന്നു? നമുക്കൊരു കോഡ് കൊടുത്തിട്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് വരുന്ന മാത്തമാറ്റിക് റീസണിങ് ആൻഡ് ലോജിക്കിലെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് എന്താണ്? ഇൻ എ സെർട്ടൈൻ കോഡ് സെലക്ഷൻ ഈസ് കോഡഡ് ആസ് QCJCARGML. ദ കോഡ് ഓഫ് അമേരിക്കൻസ് വിൽ ബി. അപ്പൊ നമ്മളിവിടെ സെലക്ഷൻസ് എന്നുള്ളതിന് ഇതിന് നമ്മൾ കോഡ് കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ കോഡായി കൊടുത്തിട്ടുള്ളത് ഈ കോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ വന്നു എന്നുള്ളത്, അപ്പൊ നമ്മൾക്ക് ആദ്യം അതിന്റെ ഒരു ഡീകോഡിങ് നടത്തണം. എങ്ങനെയാണ് ആ കോഡ് കൊടുത്തത്, കോഡിഫിക്കേഷൻ നടന്നത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയാലും നമുക്ക് രണ്ടാമത്തെ കിട്ടുമല്ലോ അല്ലെ. അപ്പോ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. അപ്പൊ ക്യൂ എന്ന് കൊടുത്തിട്ടുള്ളത് എസിന്. അപ്പൊ ക്യൂ എസ് തമ്മിലുള്ള ബന്ധം എന്താണ്? QMNOPQRS അല്ലെ. അപ്പൊ QRS. അപ്പൊ ഒരു ലെറ്റർ കഴിഞ്ഞു, ക്യൂ കഴിഞ്ഞ ഒരു ലെറ്റർ കഴിഞ്ഞാൽ അടുത്തത് എസ് ആണ് നമുക്കറിയാം. QS. ഇനി അടുത്തത് സി. ഇതേപോലെ അപ്പൊ എല്ലാം ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാം. കാരണം സി കഴിഞ്ഞിട്ട് DE കണ്ട, ഒരു ലെറ്റർ ഒഴിവായാൽ അടുത്തത് ഇ. അതേപോലെ എല്ലാ ലെറ്റേഴ്സിന്റെയും ഇപ്പൊ ഇവിടെ സെലക്ഷൻ എന്നുള്ളതിന് കോഡ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റർ പിറകില്, ഇപ്പൊ എസിന്റെ ഒരു ലെറ്റർ പിറകിലുള്ളത്, അപ്പൊ ഉള്ളത് എസിന് മുമ്പ് ആറിന്റെ മുമ്പുള്ള ക്യൂ, അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോന്നിന്റെയും സെലക്ഷൻ എന്നുള്ളതിൽ അതിൽ ഓരോ ലെറ്റേഴ്സിന്റെയും ആ അൽഫബറ്റിക് ഓർഡറിൽ അതിന്റെ തൊട്ട് മുമ്പിലുള്ള അത് നമ്മൾ അതിന്റെ കോഡായിട്ട് കൊടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ജെ ആണെങ്കിൽ KL അല്ലെ, KL. ഇനി അടുത്തത് സി അല്ലെ. സി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എ എന്നുള്ളത് എന്തായിരിക്കും? എ എന്നുള്ളത് ABC. അതേപോലെ RST. എല്ലാം അതേപോലെ നമുക്ക് കിട്ടും. ഒരു ലെറ്ററിന്റെ മുമ്പായിട്ടുണ്ടായിരിക്കാം. ഇനി അതാണ് സെലക്ഷൻ എന്നുള്ള ടി എത്തി, ഇനി ഐ. അതിന്റെ ഒരു ലെറ്റർ മുമ്പുള്ള എടുത്താൽ മതി നമ്മള്. അതിന്റെ തൊട്ട് മുമ്പ് എന്നുള്ളത് HI അല്ലേ, H. അതിന്റെ മുമ്പ് ഏതാ നോക്കിയാൽ മതി, ജെ ആയിരിക്കും. സോറി, അതിന്റെ മുമ്പുള്ളത് TIN ആണല്ലോ അല്ലെ. ജി ആയിരിക്കും, GHI. അതേപോലെ സെലക്ഷൻ എന്നുള്ള ഇനി O, അതിന്റെ തൊട്ടുമുമ്പുള്ള ഏതാണ്? N ആയിരിക്കും അല്ലെ. അവിടെ MNO. അപ്പൊ അങ്ങനെ ഓരോന്നും നമുക്ക് മുമ്പുള്ള എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് N വരുന്നത്, Nന്റെ തൊട്ട് മുമ്പുള്ളത് M ആണ്, M-ന് തൊട്ട് മുമ്പ് LMN. അപ്പൊ കണ്ടില്ലേ, സെലക്ഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ഷൻ എന്നുള്ളതിന് നമുക്ക് കോഡ് QCJCAKGML ഇതുകൾ അതേപോലെ കിട്ടി. അപ്പൊ ഇങ്ങനെ അതിന്റെ കോഡ് കൊടുക്കാന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ഇതേപോലെ അമേരിക്കൻസിനെയും ചെയ്ത് നോക്കാം. അപ്പൊ എ എന്നുള്ളതാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യക്ക്, അതിന്റെ സംഖ്യയല്ല, അതിന്റെ തൊട്ട് മുമ്പ് ആൽഫബറ്റിക് ഓർഡറിൽ അതിന്റെ തൊട്ട് മുമ്പ് ഏതാണ്? എ നമ്മൾ ഇങ്ങനെ വന്ന് വെച്ചേക്കല്ലേ, XYZ. അപ്പൊ സെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ABCD അങ്ങനെയാണല്ലോ ഓർഡർ ഉള്ളത്. അപ്പൊ ABCD അങ്ങനെ പോയിട്ട് അവസാനം XYZ. ഞാൻ സെറ്റ് ചെയ്യേണ്ട ഏതാണ്? എ ആണ് ആണല്ലോ. അപ്പൊ എക്ക് തൊട്ടുമുമ്പുള്ള ആൽഫബറ്റിക് ഓർഡറിൽ എന്റെ തൊട്ടുമുമ്പുള്ള ഏതാ വെച്ചാല് അത് സെറ്റാണ്. നമുക്ക് തൊട്ടുമുമ്പുള്ളല്ല കിട്ടേണ്ടത്, തൊട്ടുമുമ്പുള്ളതിന്റെ മുമ്പുള്ളത്. അപ്പൊ എന്റെ തൊട്ടുമുമ്പുള്ള സെറ്റ് ആണ്, സെറ്റിന് തൊട്ടുമുമ്പുള്ളത് Y ആണ്. അപ്പൊ നമ്മളെ എന്റെ അമേരിക്കൻസ് ഉള്ള എന്റെ കോഡ് Y ആണ്. നമ്മൾ ഇവിടെ സെലക്ഷനിൽ നമ്മൾ അതിന് കോഡ് ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ നമുക്കിത് കോഡ് ചെയ്യണം. അപ്പൊ എന്റേത് എന്നുള്ളത് അതിന്റെ തൊട്ട് മുമ്പുള്ളതിന് മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ Y ആയിരിക്കും. അതുപോലെ ഞാൻ ഓരോന്നും ചെയ്യാം. നമുക്ക് M എന്നുള്ളത് എന്തായിരിക്കും? L ആയിരിക്കും. K അല്ലെ, KLM അങ്ങനെ ഉണ്ടാവുക. അപ്പൊ M-ന് തൊട്ടുമുമ്പ് L ആണ്, അതിന് തൊട്ടുമുമ്പ് K ആണ്. അപ്പൊ അതേപോലെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്കിവിടെ YK എന്ന് കിട്ടി. YK എന്ന് കിട്ടുമ്പോൾ തന്നെ കണ്ട, Y എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതോരോ മാത്രമേ ഉള്ളൂ. ഇവിടെ YQ എന്നാണ്, അപ്പൊ തന്നെ ഇവിടെ പോയി, ഇവിടെ വേറെയാണ്, ഇവിടെ വേറെയാണ്. ഇതാണ് ഉത്തരം. നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ആ YK എന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇനി ബാക്കിയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഞങ്ങൾ അതേ ഓർഡറിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല. ഇനി ഇത് തന്നെ ഇനിയിപ്പോ ഒരാൾക്ക് എന്താ അറിയില്ല, ഇതിന്റെ കോഡൊന്നും അറിയില്ല, എങ്ങനെ സെലക്ഷനിൽ എങ്ങനെയാണ് QCJC എത്ര നോക്കിയിട്ടും ഇപ്പൊ ടഫായ സാധനം അതിന് മനസ്സിലായില്ലായിരിക്കും.
അപ്പോൾ ഒരു വഴിയുണ്ട്. നമുക്കതിന്റെ ആ സെലക്ഷൻ എന്നുള്ളതിന് എസ് എന്നുള്ളതിന് ക്യൂ എന്തുകൊണ്ട് കൊടുത്തു എന്ന് നമുക്കറിയില്ല. അതുപോലെ ഇ എന്നുള്ളതിന് സി എന്തുകൊണ്ട് കൊടുത്തു എന്ന് നമുക്കറിയില്ല. ഏത് രീതിയിലാണ് കൂടുക നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഇതിനെ ഇതേപോലെ ചോദ്യം വരുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കിവിടെ സെലക്ഷൻ എന്നുള്ള വാക്കിന്റെ ഇത് കോഡ് എടുത്തിട്ടുള്ളത് അല്ലേ? നമ്മൾ ചോദിച്ചിട്ടുള്ള അമേരിക്കൻസ് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഈ സെലക്ഷൻ എന്നുള്ളതിലും അമേരിക്കൻസ് എന്നുള്ളതിലും കോമൺ ആയിട്ട് ലെറ്റേഴ്സ് ഏതാ ഉള്ളത്? എസ് ഉണ്ടല്ലോ. അമേരിക്കൻസ് എന്നുള്ളതിൽ എസ് ഉണ്ട്, സെലക്ഷൻ എസ് ഉണ്ട്. അപ്പൊ സെലക്ഷൻ എന്നുള്ളതിൽ ആദ്യത്തെ അക്ഷരം ലെറ്റർ ആണ് എസ് എന്നുള്ളത്. അതിന് കോഡ് എടുത്തിട്ട് എന്താണ്? ക്യൂ എന്ന കോഡ് എടുത്തിട്ടുള്ളത്. അമേരിക്കൻസിന്റെ അവസാനമാണുള്ളത്. അപ്പൊ എസിന് ഇവിടെ ക്യൂ എന്ന് കൊടുത്തെങ്കിൽ നമ്മൾ അമേരിക്കൻസ് എന്നുള്ളതിൽ ആദ്യത്തെ എസിന് എന്തെന്നെ ആയിരിക്കും? ക്യൂ എന്നാണ് കോഡ് എടുക്കുക. കാരണം നമ്മൾ ആ സെലക്ഷൻ എന്നുള്ളതിനെ കോഡ് കൊടുത്ത് അതേ രീതിയിലാണ് നമുക്ക് അമേരിക്കൻസ് എന്നുള്ളതിന് കോഡും കൊടുക്കേണ്ടത്. അപ്പൊ അതിലെ എസിന്റെ കോഡും അവിടെ സെലക്ഷൻ എന്നുള്ളതിലെ എസിന്റെ കോഡും ഒന്നും തന്നെ ആയിരിക്കും. അപ്പൊ അമേരിക്കൻസിന് അവസാനത്തെ ലെറ്റർ ക്യൂ ആണ്. കണ്ടോ? ഈ 4 ഓപ്ഷനിൽ അവസാനത്തെ ലെറ്റർ ക്യൂ ഉള്ളത് ഏതിൽ മാത്രമേ ഉള്ളൂ? ഈ ഒന്നിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന് എന്ത് ചെയ്യാം? അതായിരിക്കും ആൻസർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയും ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെ ചെയ്താലും മതി. അതേപോലെ കോമൺ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ. കോമൺ ലെറ്റേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ വേണ്ടി വരും? അവിടെയുള്ള കോഡ് എങ്ങനെയാന്നുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കി തന്നെ വേണ്ടി വരും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്നുള്ളത് 22ാം ചോദ്യം. 2 റെയിൽവേ ടിക്കറ്റ്സ് ഫ്രം സിറ്റി എ ടു ബി ആൻഡ് 3 ടിക്കറ്റ്സ് ഫ്രം സിറ്റി എ ടു സി കോസ്റ്റ് 177. അപ്പൊ ഒരു സിറ്റി എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സിറ്റിയിലേക്ക്, എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സിറ്റിയിലേക്ക്, അതേപോലെ എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും സി എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. അപ്പൊ ഈ 2 സിറ്റിയിലേക്കും ഈ എ ടു ബിയിലേക്ക് പോകാൻ വേണ്ടി 2 ടിക്കറ്റ് എടുത്തു. എ ടു സിയിലേക്ക് 3 ടിക്കറ്റ് എടുത്തു. 2 ടിക്കറ്റ് 3 ടിക്കറ്റ്. ഇത് രണ്ടിനും കൂടി വില വരും. അപ്പൊ ആ എ ടു ബിയിലേക്കുള്ള 2 ടിക്കറ്റിന്റെയും എ ടു സിയിലേക്കുള്ള 3 ടിക്കറ്റിന്റെയും കൂടി വില എത്രയാണ്? 177 എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കാര്യം വെച്ചാല് എ ടു സി ബിയിലേക്ക് 3 ടിക്കറ്റും എ ടു സിയിലേക്ക് 2 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടി വില വരിക 173 ആണ്. അങ്ങനെയാണെങ്കിൽ എ ടു ബിയിലേക്കുള്ള സാധാ നമ്മളിപ്പോ പറഞ്ഞത് എ ടു ബിയും അതിന്റെ 2 ടിക്കറ്റും അതും എ ടു സി അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മൾ സാധാ ഒരാൾക്ക് എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകാനുള്ള യാത്രാ ചെലവ്, ബസ്സിന്റെ ഫെയർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. റെയിൽവേ ഫെയർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഫെയർ ഉണ്ടല്ലോ, എത്രയും നമുക്കറിയില്ല. അതിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന യാത്രാ ചെലവ് നമ്മൾ ട്രെയിൻ ടിക്കറ്റിന്റെ ആ ടിക്കറ്റിന്റെ ഫെയർ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അതേപോലെ എയിൽ നിന്നും സിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് നമ്മൾ വൈ എന്ന് എടുക്കുന്നു. ഓക്കെ അല്ലേ? അവിടെ കൊടുത്തെന്താണ്? 2 എയിൽ നിന്നും സിയിലേക്ക് എടുക്കാനുള്ള 2 ടിക്കറ്റ്, അതായത് 2x അല്ലെ, 2x പ്ലസ് 3 ടിക്കറ്റ് ഫ്രം സിറ്റി എ ടു സി. എ ടു സി എന്നുള്ളതിന് നമ്മൾ വൈ ആ കൊടുത്തത്. അങ്ങനെ 3 ടിക്കറ്റ് പ്ലസ് 3y ഈസിക്കൽ എത്രയാണ്? 177 കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോ ബിയിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള 2 ടിക്കറ്റ് 2x, സിയിലേക്ക് യാത്ര ചെയ്യാനുള്ള 3 ടിക്കറ്റ് 3y ഈസിക്കൽ ടു 177 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തത് എന്താണ്? എ ടു ബിയിലേക്കുള്ള 3 ടിക്കറ്റ് 3x പ്ലസ് 2y അല്ലെ, 2y ഈസിക്കൽ ടു 2 ടിക്കറ്റാണ് സി എന്ന് പറയുന്ന സിറ്റിയിലേക്കുള്ളത്. അപ്പൊ അതിന് നമ്മൾ y അല്ല അടയാളപ്പെടുത്തിയത്. അപ്പൊ 2y ഈസിക്കൽ ടു 173. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് ഇതിൽ എന്ത് കാണണം? നമ്മള് എക്സിന്റെ വാല്യൂ എത്രയെന്ന് കണ്ടാൽ മതി. നമുക്ക് എ ടു ബിയിലേക്കുള്ള ഈ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയും നമുക്ക് കിട്ടിയെങ്കിൽ ആ എ ടു ബിയിലേക്കുള്ള ഫെയർ എത്രയും നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്കിപ്പോ 2x എന്നുള്ളതിനും 2x പ്ലസ് 3y ഈസിക്കൽ ടു 177, 3x പ്ലസ് 2y ഈസിക്കൽ ടു 173. നമുക്കിവിടെ ഈ എക്സിന്റെ അവിടെയുള്ള വാരിയബിൾ നമുക്ക് എന്താക്കാം? സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ലൈൻ നമുക്ക് ഒരു 3 കൊണ്ട് ഗുണിച്ചു നോക്കാം. മൊത്തം 3 കൊണ്ട് ഗുണിക്കാം. നമുക്കിത് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം 2ന്റെയും 2 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഈ 2ന്റെയും കോമൺ ആയിട്ട് നമുക്ക് വരേണ്ട സംഖ്യ ഏതാണ്? 2 3ന്റെയും 6 ആണല്ലോ അല്ലെ? 2ലും 3ലും കോമൺ ആയിട്ട് വരുന്ന ലോവസ്റ്റ് LCM എന്നുള്ള ലോവസ്റ്റ് കോമൺ ഫാക്ടർ എന്നുള്ളത് ഏതാണ്? 6 ആണല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ 3 കൊണ്ട് കൂടി RX ആക്കാനാണ് ശ്രമം. RX ആക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? RX ആക്കാം, ഒരേപോലെ ആക്കുക എന്നർത്ഥം. നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു നോക്കാം. അപ്പൊ 2x എന്നുള്ളത് 3 കൊണ്ട് ഗുണിച്ചാൽ RX ആയി, പ്ലസ് 3y എന്നുള്ളതിന് 3 കൊണ്ട് ഗുണിച്ചാൽ മൊത്തത്തിൽ എല്ലാത്തിനും 3 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഒരു RXന് മാത്രം വെറുതെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരാ. ഇപ്പൊ നമുക്ക് 2 പ്ലസ് 3
ഈസിക്കൽ ടു എത്രയാണ്? 2ഉം 3ഉം കൂട്ടിയാല് 5 നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഇവിടെ 2 ഗുണിച്ചു കൊടുത്ത്, ഇവിടെ 2 ഗുണിച്ചു കൊടുത്ത്, ഇവിടെ 2 ഗുണിച്ചു കൊടുത്ത്, എല്ലാ 2 ഗുണിച്ചു നോക്കി. 2 2 4 പ്ലസ് 2 3 6 ഈസിക്കൽ ടു എത്രയാണ്? 4 പ്ലസ് 6 10 അല്ലേ? അണ്ടാ 5 × 2 10 അല്ലേ? അപ്പൊ നമ്മൾ എല്ലായിടത്തും ഒരേ വാല്യൂ ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ ഗുണിച്ചു കൊടുക്കുമ്പോൾ അതിൽ വാല്യൂല് വ്യത്യാസം വരുന്നില്ല. ഓക്കെ അല്ലേ? വാല്യൂല് വ്യത്യാസം ഒന്നും വരുന്നില്ല, അതേപോലെ തന്നെ വാല്യൂ വരാം. അപ്പൊ വാല്യൂല് പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന നമ്മൾ എല്ലാത്തിനും 3 എന്ന് പറഞ്ഞ സംഖ്യയായിട്ട് ഗുണിക്കുകയാണ്. അപ്പൊ RX ആയി 3y 3 ഗുണിക്കുമ്പോ 9y ആയി ഈസിക്കൽ ടു 173 എന്നുള്ളതിനെ 3 ഗുണിക്കുമ്പോൾ ഞാൻ ഇവിടെ ആദ്യം ചെയ്തച്ച് നേരെ ചെയ്യാട്ടോ. 173 എന്നുള്ളത് 531 ആയിരിക്കും. 531. അതേപോലെ അടിയിൽ നമ്മൾ ഇനി 3 ഗുണിക്കാൻ പറ്റില്ല. അപ്പൊ 3 × 3 9x നമുക്ക് RX ആവണ്ട. അപ്പൊ 2 ഗുണിക്കാം. 2 ഗുണിച്ചാല് RX ആയി പ്ലസ് 2y എന്നുള്ളതിന് 2 ഗുണിച്ചാല് 4y എന്നായി ഈസിക്കൽ ടു 173നെ 2 ഗുണിച്ചാല് 346. എന്നായി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 531ഉം 346ഉം കിട്ടി. ഇപ്പൊ ഇവിടെ ഉള്ള കാര്യം നോക്കി നിങ്ങള്. RX പ്ലസ് 9y ഈസിക്കൽ ടു 531. RX പ്ലസ് 4y ഈസിക്കൽ ടു 346. നമ്മൾ ഈ 531ൽ നിന്ന് 346 കുറച്ച് എന്താ കിട്ടുക? ഇപ്പൊ നമ്മൾ RX ഇവിടെ കോമൺ ആണ്. ഓക്കെ അല്ലേ? 2ൽ RX ആണ് ഉള്ളത്. ഇവിടെ 9y ആണ്, ഇവിടെ 4y ആണ്. ഇത് തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഒരു 5y വ്യത്യാസം ഉള്ളത് അല്ലേ? 5y. ഈ 5y ആവുമല്ലോ. നമ്മൾ 531ൽ നിന്നും 346 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്നുള്ളത് എന്തായിരിക്കും? 5y ആയിരിക്കും. 5y ആയിരിക്കും. ഞാൻ 5y ആയിരിക്കും എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ RX പ്ലസ് 4y എന്നുള്ളത് 346 പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് ഇനി 531ലേക്കുള്ള ദൂരം എത്രയേ ഉള്ളൂ? ആ 4y എന്നുള്ളത് 9y ആയിന്നുള്ളൂ. ഈ 4yനോട് 5 കൂടി 5y എന്നുള്ളത് കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 5y എന്നുള്ളത് 531 മൈനസ് 346 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 5y ഈസിക്കൽ ടു 5y ഈസിക്കൽ ടു 5y ഈസിക്കൽ ടു 185. 185. അപ്പൊ നമുക്കറിയാം ഇനി y ഈസിക്കൽ ടു 185/5 ഈസിക്കൽ എത്ര കിട്ടും? 37 കിട്ടും. അപ്പൊ നമുക്ക് y-ന്റെ വാല്യൂ 37 ആണെന്ന് നമുക്കറിയാം. y-ന്റെ വാല്യൂ 37 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് y-ന്റെ വാല്യൂ 37 ആണെന്ന് കിട്ടി. ഇനി നമുക്കിവിടെ വേറൊരു കാര്യം അറിയാം. വേറൊരു കാര്യം അറിയാന്ന് പറഞ്ഞാല് 37 ആണ് y എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് A to B ലേക്കുള്ള ഫെയർ കിട്ടേണ്ടത്. y എന്നുള്ളത് എന്താണ്? A to B ആണോ? A to C ലേക്കുള്ളതാണ് y എന്നുള്ളത്. 37 എന്നുള്ളത് A to y ലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, 2x പ്ലസ് 3y ഈസിക്കൽ ടു 177 എന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ ആ y ഇട്ട് കൊടുത്താൽ നമുക്ക് ഇനി എക്സിന് വാല്യൂ കിട്ടൂലേ? അപ്പൊ അതൊക്കെ വളരെ പെട്ടെന്ന് നടക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യണം. 2x ഈസിക്കൽ ടു 2x പ്ലസ് 3y എത്രയാണ്? 3 × 37 അല്ലെ? നമ്മൾ y 37 നമുക്കറിയില്ലേ? 3 × 37 ഈസിക്കൽ ടു 177. അപ്പൊ നമുക്ക് ഇനി അറിയാം 2x ഈസിക്കൽ ടു 177. 337 എത്രയാണ്? 111 അല്ലെ? 337 എന്നുള്ള 111. അപ്പൊ 111 നമ്മൾ മൈനസ് 111 ചെയ്താൽ 2x കിട്ടും. x ഈസിക്കൽ ടു 111. 177 നിന്നും 111 കുറച്ചാൽ 66. 66 ആണ് 2x എന്നുള്ളത്. x എന്ന് പറഞ്ഞാൽ 66/2 ഈസിക്കൽ ടു 33. അപ്പൊ എക്സിന്റെ വാല്യൂ 33 ആണ്. അതായത് എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സിറ്റിയിലേക്കുള്ള യാത്രാ ചെലവ് എന്നുള്ളത് ടിക്കറ്റിന്റെ ഒരു
ടിക്കറ്റിന്റെ ചെലവ് എന്നുള്ളത് 33 രൂപയാണ് എന്ന് നമുക്ക് കിട്ടി. അതാണ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ആ എ ടു ബിയിലേക്കുള്ള നമ്മളെ ഫെയർ എന്നുള്ളത് 33 രൂപയാണ്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇനി അടുത്തത് ദ മിക്സിംഗ് ടേം ഇൻ ദ സീരീസ് 1 4 27 16 36 343. അപ്പൊ അതിൽ ഒരു സംഖ്യ 16 കഴിഞ്ഞിട്ടുള്ള സംഖ്യ മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് സീരീസിലുള്ള നമ്പർ സീരീസിലുള്ള ഒരു ചോദ്യമാണ് മാത്തമാറ്റിക് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡിലെ നമ്പർ സീരീസിലെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സിനിടയിൽ ഒരു കണക്ഷൻ റിലേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. ഇപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 പിന്നെ 4, പിന്നെ 27, പിന്നെ 16, പിന്നെ നമുക്ക് അറിയില്ല, പിന്നെ 36, 343. അപ്പൊ ഈ നമ്പേഴ്സ് കണ്ടെങ്കിൽ 4, പിന്നെ 27, പിന്നെ 16, പിന്നെയും കുറയാ കൂടി 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 പോണേ നമുക്ക് എന്തോ സംഖ്യ കൂട്ടി പോകുന്നു അല്ലെങ്കിൽ എന്തോ ഗുണിച്ചു പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഇത് കൂടുന്നു കുറയുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എന്താന്നുള്ള ഈ നമ്പറിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? 4, 27, 16, 36, 343 എന്നൊക്കെ ഉള്ളത് ഏതൊക്കെയോ സംഖ്യകളുടെ സ്ക്വയേഴ്സും ക്യൂബാണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ 1 എന്നുള്ളത് ഇവിടുത്തെ നമ്പർ സീരീസിലെ റിലേഷൻ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ സംഖ്യകൾ, അതായത് ഈവൺ സംഖ്യകൾ, ഓഡ് സംഖ്യകൾ 1, 3, 5, 7 എന്ന് പറയുന്ന ഓഡ് സംഖ്യകളുടെ അതിന്റെ ക്യൂബാണ് ഇവിടെ കൊടുക്കപ്പെട്ടുള്ളത്. ഓക്കെ അല്ലേ? 1, 3, 5. അപ്പൊ അവിടെ ഒന്ന് ഇടവിട്ട് ആ ഓഡ് സംഖ്യകളുടെ ക്യൂബ്സും ഈവൺ സംഖ്യകളുടെ സ്ക്വയറും ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 1 ക്യൂബ് എത്രയാണ്? 1 ക്യൂബ് ഈസിക്കൽ ടു 1. പിന്നെ 1/2 അല്ലേ? 2 സ്ക്വയർ. അപ്പൊ 2 എന്നുള്ളതിന്റെ സ്ക്വയർ 4. പിന്നുള്ളത് 3 അല്ലേ? 3ന്റെ സ്ക്വയർ അല്ല, 3ന്റെ ക്യൂബ്. കാരണം 3 എന്നുള്ളത് ഓഡ് സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ്, ഒറ്റ സംഖ്യയുടെ ക്യൂബാ കിട്ടേണ്ടത്. 3 ക്യൂബ് എത്രയാണ്? 27 നമുക്കറിയാം. പിന്നെ അടുത്ത് വരുന്നത് 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ 16. ഇനി അങ്ങനെ പോയത് 5 ക്യൂബ്. അപ്പൊ ഞാൻ അടുത്ത് കിട്ടുന്നത് അതാണ്. 5 ക്യൂബ് എത്ര എന്നുള്ളതാണ് കിട്ടേണ്ടത്. 5 5 25, 25 125. ഇതാണ് ഇവിടുത്തെ മിസ്സിംഗ് ടേം. 5 ക്യൂബ് ആണ് മിസ്സിംഗ് ടേം എന്നുള്ളത്, 125. ഇനി അടുത്തത് അതായിരിക്കും 6 സ്ക്വയർ 36. കറക്റ്റ് ആണല്ലോ. ഇനി 7 ക്യൂബ് 343. ഇനി അടുത്ത 8 സ്ക്വയർ ആയിരിക്കും, 8 61. അങ്ങനെ 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 പോകും. അപ്പൊ ഇവിടെ നമ്മളെ സംഖ്യ 5 ക്യൂബ് ആണ്, 5 ക്യൂബ് ആണ്, 5⁻³ ആണ്. 125 ആണ് ഇവിടുത്തെ മിസ്സിംഗ് ലെറ്റർ എന്നുള്ളത്. ആ സീരീസിലെ മിസ്സിംഗ് ടേം എന്നുള്ളത് 125. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതും ഒരു കോഡ് സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിനാണ് അടുത്തതും ചോദിക്കുന്നത്. ഇവിടെ ഈ എ ഈസ് കോഡഡ് ആസ് സി, എം ഈസ് കോഡഡ് ആസ് ഐ. എ എന്നുള്ളത് കോഡ് ആയിട്ടുള്ളത് സി ആണ്. അപ്പൊ എന്റെ കോഡ് സി ആണ്, എം എന്നുള്ളത് ഐ ആണ്, എൻ എന്നുള്ളത് പി ആണ്, എസ് എന്നുള്ളത് ഒ ആണ്, ഐ എന്നുള്ളത് എ ആണ്. അപ്പൊ അങ്ങനെ ഓരോ സംഖ്യക്കും നമ്മൾ അതിന്റെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പൊ നമ്മൾ ഇനി പി എന്ന് പറഞ്ഞാൽ അടുത്ത മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്ന അർത്ഥം. ഇ എന്ന് പറഞ്ഞാൽ എം ആണ്, ഒ എന്ന് പറഞ്ഞാൽ ഇ ആണ്, അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കമ്പനീസ് എന്നുള്ളതിൽ ഏതാണ് കിട്ടേണ്ടത്? അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടിയിട്ട് നമുക്കറിയാം, എസ് ആണ് നമുക്കറിയാം. സി എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഇവിടെ കൊടുത്തില്ലല്ലോ നമ്മള്, സി ആസ് എസ്. സി എന്ന് പറഞ്ഞാൽ എസ് ആണ്, അവ നമുക്കറിയാം. ഇനി ഒ എന്ന് പറഞ്ഞാൽ എന്താ? ഒ എന്ന് പറഞ്ഞാൽ നോക്കി, ഒ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇ. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താ? എം എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് ഐ. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് കേട്ടോ. എസ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം ഇവിടെ കിട്ടി. ഇനി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം. ഇതേപോലെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ വളരെ സുഖകരമായിരിക്കും. അങ്ങനെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ എ എന്ന് പറഞ്ഞാല് സി ആണ്, എ എന്ന് പറഞ്ഞാല് സി ആണെന്ന് നമുക്കറിയാം. അപ്പോ സോറി, എ എന്ന് പറഞ്ഞാൽ സി ആണോ? അല്ല,
എ എന്നുള്ളത് സി ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. എ എന്നുള്ളത് സി ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. എ എന്നുള്ളത് സി ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരി, ഓക്കെ സി എൻ ആണല്ലോ അല്ലെ. അതുപോലെ എൻ എന്നുള്ളത് കോഡ് ചെയ്തിട്ടുള്ളത്, എൻ എന്നുള്ളത് പി ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഐ എന്നുള്ളത് എ ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇ എന്നുള്ളത് എം ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. എസ് എന്നുള്ളത് ഒ ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ടാവും. SEINCPAMO. ഈ ഓപ്ഷൻ 4th ആണ് കറക്റ്റ്. ഇനി അതിലെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ലോജിക് ആപ്റ്റിറ്റ്യൂഡിലെ അവസാനത്തെ ചോദ്യമാണ് അടുത്തത് വരുന്നത്. അപ്പൊ ഈ ചോദ്യത്തില് ചോദിച്ചിരുന്ന കാര്യം എന്താ വെച്ചാല്, രണ്ട് ആളുകൾ, ഇത് വർക്ക് ആൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് വർക്ക് ആൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത്, രണ്ടാളുകൾ, രാജു മനാഫ് എന്ന് പറയുന്ന രണ്ടാളുകൾ ഒരു ജോലി തുടങ്ങുന്നു. ജോലി തുടങ്ങിയിട്ട് അവര് എവിടെ എത്തി? 30 ദിവസം കൊണ്ട് രണ്ടാൾക്കും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാളും കൂടി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ 30 ദിവസം കൊണ്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ രാജു അതേപോലെ തന്നെ മനാഫ്, ഈ രണ്ടു പേരും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 30 ഡേയ്സ് ആണ്, 30 ഡേയ്സ് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാളും കൂടി, അപ്പൊ രാജു ഇവിടെ, അല്ലെങ്കിൽ രാജു മനാഫും കൂടി അതിന് വർക്ക് തുടങ്ങി. 16 ദിവസം രാജു ഒപ്പം ഉണ്ടായിരുന്നു. 16ാം ദിവസം മുതൽ രാജുക്ക് അസുഖം എന്തോ ആയിട്ട് രാജു പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? മനാഫ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 30 ദിവസം കൊണ്ട് കഴിയേണ്ട പണി 44 ദിവസം നീണ്ടു നിന്നു. കാരണം 17ാമത്തെ ദിവസം മുതൽ ആരില്ല? രാജു ഇല്ല. രാജു 16 ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസം മനാഫ് ഒറ്റയ്ക്കാണ് ജോലി ചേർത്തത്. അങ്ങനെ 30 ദിവസമുള്ള ജോലി 44 ദിവസം നീണ്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തുടക്കം മുതലേ ഈ ജോലി മനാഫാണ് ചെയ്യുന്നത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് അവനക്കിത് പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്നു? രണ്ടാളും കൂടി ചെയ്താൽ 30 ദിവസം കൊണ്ട് അവസാനിക്കും, അത് തീർക്കാമായിരുന്നു. ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ രാജുവും മനാഫും കൂടി 30 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യാറ്. അപ്പൊ ഒരു ദിവസത്തെ രാജുവിന്റെയും രണ്ടാളും കൂടി ടുഗദർ, രാജു മനാഫും കൂടി ഒരു ദിവസം രണ്ടാളും കൂടി ചെയ്ത വർക്കിന്റെ, രണ്ടാളും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം അവിടുന്ന് കഴിയുന്നതായിരിക്കും 1/30 ആയിരിക്കും. 30 ഡേയ്സ് ആണ് ആ വർക്കിന് വേണ്ടത്. അതിലെ 1% തീരുള്ളൂ. അങ്ങനെയാണല്ലോ, ഒരു ഭാഗം തീരുള്ളൂ. അതിൽ ഒരു ദിവസം രണ്ടാളും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ 1 ഡേൻ്റെത് 1/30 ആണ് അവസാനിക്കുക. അപ്പൊ 1/30 ആണ് അവസാനിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് രാജുവിന്റെ വർക്കിന് നമ്മൾ എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. രാജുവിന്റെ വർക്കിന്, സോറി ഒന്ന് ചാർജ് ഇടണ്ടേ, ഒരു മിനിറ്റ് വരുമ്പോ. നമ്മൾ രാജുവിന്റെ വർക്കിന് എന്നുള്ളതിന് എക്സ് എന്ന് കൊടുക്കുന്നു. മനാഫിന്റെ വർക്കിന് എന്നുള്ളതിന് വൈ എന്ന് കൊടുക്കുന്നു. ഒരു ദിവസത്തെ വർക്ക് എന്നുള്ളതിന്, രാജുവിന്റെ ഒരു ദിവസത്തെ വർക്കിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. മനാഫിന്റെ ഒരു ദിവസത്തെ വർക്കിന് നമ്മൾ വൈ എന്ന് കൊടുക്കുന്നു. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 1/30. രണ്ടാളും കൂടിയുള്ള ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 30ൽ 1 അത് അവസാനിക്കുക. അപ്പൊ ഇവിടെ രാജു എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്? 16 ദിവസം. 16x പ്ലസ് വൈ എത്ര വർക്ക്, മനാഫ് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 44 ദിവസം മനാഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. 44y ഈസിക്കൽ ടു 1. അപ്പോഴാണ് ഒരു വർക്ക് പൂർണ്ണമായിട്ടും 30ൽ 30 എന്ന രീതിയിൽ വർക്ക് അവസാനിക്കുന്നത് 1 എന്ന രീതിയിൽ. ആ വർക്ക് മൊത്തമായിട്ട് കഴിയുന്നത് എന്നുള്ളത് 16x പ്ലസ് 44y വരുമ്പോഴാണ് ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിവിടെ കിട്ടേണ്ടത്, നമുക്ക് ചോദ്യം എന്നുള്ളത് മനാഫ് മാത്രം വർക്ക് ചെയ്താൽ, മനാഫിന് മാത്രം അത് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടാളും കൂടി ചെയ്ത 30 നമുക്കറിയാം. അപ്പൊ നമുക്കതിന് എന്ത് കണ്ടെത്താം? വൈന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ മനാഫിന്റെ ജോലി 44 ദിവസം തീർത്തു എന്നല്ല പറഞ്ഞത്. അപ്പൊ മനാഫ് ഒരു ദിവസത്തെ വൈന്റെ വാല്യൂ എത്ര കണ്ടെത്തിയാൽ മനാഫിന്റെ ഒരു ദിവസത്തെ വർക്ക് എത്രയെന്ന് കിട്ടും. ഇവിടെ എക്സും വൈയും കൂടി രണ്ടാളും കൂടി ചെയ്തപ്പോഴാണ് 1/30 എന്ന് കിട്ടിയത്. നമുക്കിവിടെ വേണ്ടത് എക്സിന്റെയോ വൈ രണ്ടാളെ ഒരു ദിവസത്തെ അവരെ ഒരു വർക്ക്, അപ്പൊ മനാഫ് മാത്രം വർക്ക് ചെയ്യണം. ഇത് വൈന്റെ മാത്രം വാല്യൂ എത്രയെന്ന് കിട്ടുകയാണെങ്കിൽ, എക്സിന്റെ മാത്രം വാല്യൂ എത്രയെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖകരമായി അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ശ്രമിക്കുക. രണ്ടാളും കൂടി 1/30 ആണ് ഒരു ദിവസത്തെ വർക്കാണ്. രണ്ടാളും കൂടി ചെയ്താൽ 30 ദിവസം കൊണ്ടാണ് അവസാനിക്കുക. ഒരു ദിവസത്തെ വർക്ക് 1/30 എന്നാണ്. നമുക്കിവിടെ ഒരു മിനിറ്റ്,
അപ്പൊ ഇവിടെ 16 ദിവസത്തെ വർക്ക്. ഒരു മിനിറ്റ്. അപ്പൊ ഇവര് 16 ദിവസം വരെ വർക്ക് ചെയ്തു പറഞ്ഞില്ല. 16 ദിവസം രാജുവും മനാഫും രണ്ടാളും കൂടി ഒരുമിച്ച വർക്ക് ചെയ്തത് 16 ദിവസത്തെ. അപ്പൊ 16 ദിവസത്തെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്ര വർക്കാണ് തീർന്നത്? അതൊരു ചോദ്യമാണല്ലോ. അപ്പൊ 16x പ്ലസ് 16y. മനാഫ് 44 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ. പക്ഷെ മനാഫിന്റെ 16 ദിവസത്തെ വർക്ക് കൊണ്ട് ഇവ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ വർക്കിൽ എത്ര തീർന്നു? അപ്പൊ വെറും എക്സ് പ്ലസ് വൈ എന്നുള്ളത് എക്സും വൈ രാജു മനാഫിന്റെയും കൂടി ഒരു ദിവസത്തത് 1/30 ആണ്. 16 ദിവസത്തെ അപ്പൊ എത്ര ആയിരിക്കും? 16 ദിവസത്തത് 1/30 ആണ്. ഒരു ദിവസത്തെ 16 ദിവസത്തെ രണ്ടാളതും കൂടെയുള്ള വർക്ക് എന്നുള്ളത് 16/30 ആണല്ലോ. 16/30 ആയിരിക്കും. 16 ദിവസത്തെ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 16/30 ആയിരിക്കും. രണ്ടാളും കൂടി പിന്നെ ആ 16/30, ഓക്കെ. അവര് പിന്നീട് മനാഫ് പിന്നെ 40 ബാക്കിയുള്ള ദിവസം കൂടി വർക്ക് ചെയ്തപ്പോ എത്രയായി? ആ വർക്ക് പൂർണ്ണമായി. അപ്പൊ 16/30 എന്നുള്ളതാണ്. ഇനി 30യിൽ എത്ര? അപ്പൊ 16 ദിവസം കഴിഞ്ഞിട്ട് 17ാമത്തെ ദിവസം മുതൽ 44ാമത്തെ ദിവസം വരെ ഉണ്ടല്ലോ. എത്ര ദിവസമാണ് ഉള്ളത്? 28 ദിവസമാണ് ഉള്ളത്. ആ 28 ദിവസമാണ് മനാഫ് വർക്ക് ചെയ്തത്, ആണല്ലോ. ആ 28 ദിവസത്തെ വർക്ക് എന്നുള്ളത് എത്ര ആയിരിക്കും? അതായത് 30ലെ 16 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ബാക്കിയുള്ളത്? 30ലെ 14 ഭാഗമാണ് ബാക്കിയുള്ളത്. 14/30 ആണ് 28 ദിവസം കൊണ്ട് മനാഫ് തീർത്തത്. ഇതൊക്കെ നമുക്ക് ലോജിക്കലി നമുക്ക് ആ കണക്ക് നമുക്ക് ഈ ചോദ്യം കിട്ടും മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മളൊരു വർക്ക് രണ്ടാളും കൂടി ചെയ്യുമ്പോൾ 30 ദിവസം വേണ്ടി വരും. അങ്ങനെ രാജുവും മനാഫും കൂടി വർക്ക് തുടങ്ങി 16 ദിവസം രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്തത്. പിന്നെ രാജു വർക്ക് ചെയ്തില്ല, മനാഫ് മാത്രമാണ് വർക്ക് ചെയ്തത്. അങ്ങനെ ബാക്കി 28 ദിവസം കൊണ്ട് മനാഫ് വർക്ക് ചെയ്തു. അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്ത 16 ദിവസത്തെ വർക്ക് എന്നുള്ളത് 30ലെ 16 ഭാഗമാണ് തീർന്നത്. ഒരു ദിവസം കൊണ്ട് തീരുന്നത് 30ലെ ഒരു ഭാഗം. 30 ദിവസമാണ് മൊത്തം വേണ്ടത്. 16 ദിവസം കൊണ്ട് തീരുന്നത് 30ലെ 16 ഭാഗം തീർന്നു. ബാക്കി പിന്നെ മനാഫ് ഒറ്റക്ക് ബാക്കി തന്നെ 28 ദിവസങ്ങളിൽ 30ലെ 14 ഭാഗം തീർത്തത് ആരാണ്? നമ്മളെ മനാഫ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു ചെറിയൊരു ഗസ് ചെയ്യാനൊക്കെ പറ്റുട്ടോ. 14 എന്നുള്ളതിന്റെ 14 വർക്ക് അത് 28 ദിവസം കൊണ്ട് തീർത്തു. അതായത് നേരെ പകുതി. അപ്പൊ ഇവിടെ മനാഫിന്റെ വർക്ക് എന്നുള്ളത് പകുതിയാണ്. അത് നമുക്ക് 1/30 പകുതി എന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതായാലും പോട്ടെ. നമുക്ക് ഏതായാലും ഇവിടെ 28 വെറും 28 ദിവസമല്ലല്ലോ. 28y വെറും 28 അല്ലല്ലോ അല്ലെ. വൈന്റെ 28 ദിവസത്തെ വർക്ക്. അപ്പൊ ഒരു ദിവസത്തെ വർക്കിന്റെ മനാഫിന്റെ 28 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാല് 14/30 ആണ്. ഓക്കെ. അപ്പൊ വൈന്റെ വാല്യൂ എത്രയായിരിക്കും? വൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് 14/30. നമ്മള് അങ്ങോട്ട് 28 അവിടെ പോയി ഹരിക്കലാകും. ഹരിക്കൽ റെസിപ്രോക്കൽ ചെയ്ത് ഗുണിക്കലാവും അല്ലെ. അറിയാലോ അല്ലെ. ഇവിടെ 28 എന്നാവും, ഹരിക്കണം 28 എന്നാവും. 28 എന്ന് പറഞ്ഞാല് 28/1 = 14/30 × 1/28 എന്നാവും. ഓക്കെ ആണല്ലോ. 1/28 എന്നാവും. അപ്പൊ നമുക്ക് ഇവിടെ 28 14 വെട്ട 2 അപ്പൊ എന്താ? = 1/60. അപ്പം വൈ എന്നുള്ളതിന്റെ വർക്ക്, വൈന്റെ വാല്യൂ മനാഫിന്റെ ഒരു ദിവസത്തെ നമ്മള് വൈന്റെ വാല്യൂ എന്താണ്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു എക്സ് പ്ലസ് വൈ ഇട്ടിട്ടുണ്ടല്ലോ. ഇതാ x + y = 130. അതാണ് ഇവിടുത്തെ വൈ എന്ന് പറഞ്ഞാൽ മനാഫിന്റെ ഒരു ദിവസത്തെ വർക്ക്, രാജിന്റെ ഒരു ദിവസത്തെ വർക്ക്. ഇവ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവസത്തെ വർക്കാണ് 1/30 എന്നുള്ളത്. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മനാഫിന്റെ മാത്രം ഒരു ദിവസത്തെ വർക്ക്. അത് 60ൽ ഒരു ഭാഗമാണ്. അപ്പൊ ടോട്ടൽ മനാഫിന് എത്ര ദിവസം വേണ്ടി വരും? 60 ദിവസം വേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ വർക്ക് എന്നുള്ളത് 60ൽ ഒരു ദിവസം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനാഫ് x + y എന്ന് പറഞ്ഞാൽ അത് മനാഫിയും രാജു രണ്ടാളും കൂടി വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ 30 ദിവസം കൊണ്ട് തീരും. അപ്പൊ ഒരു ദിവസം കൊണ്ട് എത്ര തീരും? 30ൽ 1 തീരും. ഓക്കെ ആണല്ലോ. അപ്പൊ വൈ മാത്രം ചെയ്താൽ എത്രയാവുന്ന ചോദിക്കുന്നത്? വൈ തന്നെ മനാഫ് മാത്രം ചെയ്താൽ എത്രയാണെന്ന് ചോദിക്കുന്നത്. ആ വൈന്റെ കണക്ക് നമ്മൾ വൈ എന്ന് പറഞ്ഞാൽ 1/60 ആണ് കിട്ടി. 1/60 ആണ് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുട്ടോ. അപ്പൊ മനാഫ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 1/60 ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി? മനാഫിന്റെ മാത്രം കണക്കല്ലേ ചോദിക്കുന്നത്. മനാഫ് ആ മൊത്തം പ്രൊജക്ട് തീർക്കാൻ 1/60, അത് മൊത്തം 60 ദിവസത്തിലെ ഒന്നാണ് തീരുന്നത്. അപ്പൊ മനാഫിന് മൊത്തം എത്ര ദിവസം വേണമെന്ന് അർത്ഥം? ഒരു ദിവസം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 60 ദിവസം വേണമെന്ന് അർത്ഥം. അതുകൊണ്ട് ഒരു ദിവസത്തെ ഈ x + y എന്നുള്ളതിൽ ഒരു ദിവസത്തെ ആണല്ലോ. ആ ഒരു ദിവസത്തത് 1/60 ആണെന്ന് നമുക്ക് കിട്ടിയാൽ മൊത്തം ടോട്ടൽ വണ്ടിക്ക് വേണ്ട ദിവസങ്ങൾ 60 ആണ്. ഒരു ദിവസത്തെ വർക്ക് 60ലെ 1 തീരും. അതാണ് നമ്മൾ ഇനി ഈ ക്വസ്റ്റനിൽ ഇവിടെ ഇട്ടാലും ബാക്കി കിട്ടും കേട്ടോ.
ഈക്വേഷനിൽ ഇട്ടാലും എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ് 1/60 തന്നെയാണ് നമുക്ക് കിട്ടും. വേറെ കാര്യം, കാരണം ഇവിടെ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 1/30 എന്ന് കിട്ടിയിട്ടുള്ളത് എക്സ് പ്ലസ് 1/60 അല്ലേ, ഈസിക്കൽ ടു 1/30 എന്നുള്ളതാണ്. എക്സ് ഈസിക്കൽ ടു 1/30 മൈനസ് 1/60 എന്നാണ്. അപ്പൊ എത്ര ആയിരിക്കും? എക്സ് ഈസിക്കൽ ടു 2 മൈനസ് 1/60. നമ്മളിവിടെ 2 ഗുണിക്കുമല്ലോ, 60 ആക്കണ്ടേ. അപ്പൊ 60 ആക്കിയാൽ ഈസിക്കൽ ടു 1/60. അപ്പൊ എക്സ് എന്ത് തന്നെയാണ് 1/60. രണ്ടാൾക്കും ഓരോരുത്തരും ചെയ്യണമെങ്കിൽ 60 ദിവസം വേണ്ടി വരും. രണ്ടാൾക്കും കൂടി ഒരുമിച്ച് ചെയ്യണമെങ്കിൽ 30 ദിവസം മതി. അപ്പൊ ഇതാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഇപ്പൊ 60 ഡേയ്സ് എന്നുള്ളതാണ്. മനാഫ് മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ, മനാഫിന് മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ 60 ദിവസം കൊണ്ട് അവനക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ 60 ഡേയ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ICT-യുടെ ചില ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ICT-യിലെ ചോദ്യങ്ങളാണ് അടുത്തതായി ചോദിക്കുന്നത്. അപ്പൊ അടുത്ത ICT-യിലെ 31ാമത്തെ ചോദ്യം, നിങ്ങളതിലെ 31ാം ചോദ്യം ICT-യിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി 5 ഉള്ളത്. സിമ്പിൾ ചോദ്യങ്ങളാണ്. എ സ്മാൾ പിക്ചർ ദാറ്റ് റെപ്രസെന്റ്സ് എയ്തർ എ പ്രോഗ്രാം ഓർ എ ഷോർട്ട് കട്ട് ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് എ പോയിന്റർ, എ ലോഗോ, എ ഗ്രാഫിക്സ്, എൻ ഐക്കൺ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. നമുക്കിത് ആ ഡെഫിനിഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഐക്കണിന്റെ ഡെഫിനിഷൻ ആണ്. ഐക്കൺ കണ്ടില്ലേ നിങ്ങള്? ഐക്കൺ എന്ന് പറഞ്ഞാൽ അതേപോലെ ഓരോക്കെ ഒരു ഐക്കൺ ആണ്. അപ്പൊ നമ്മൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഐക്കൺ ഈസ് എ ഗ്രാഫിക് ഇമേജ് ആണ്, അല്ലെങ്കിൽ സ്മാൾ പിക്ചർ ആണ്, ഓർ ഒബ്ജക്റ്റ് ആണ് ദാറ്റ് റെപ്രസെന്റ്, ഒരു ഫയൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും ചെറിയ ചിത്രം. കണ്ടോ? അപ്പോൾ മൊത്തം ഹോം സ്ക്രീൻ, അല്ലെങ്കിൽ ഇവിടെ സെറ്റിങ്സ്, അങ്ങനെ ഓരോ മൊത്തം ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ, നമ്മളൊരു ഫയല്, ഒരു ഡോക്സിലൊക്കെ എടുക്കുന്ന ഫയലുകൾ, അല്ലെങ്കിൽ ഒരു വെബ് പേജിനെ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ, മെയിലിനെ, അപ്പൊ അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ കൊടുക്കുന്ന പിക്ചർ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മെയിലിനെ കൊടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് മൊത്തമായിട്ടുള്ള ഇതിനാണ് നമ്മൾ ഐക്കൺ എന്ന് പറയില്ലേ. അപ്പൊ ഐക്കൺ വലുതാക്കി ചെറുതാക്കി കമ്പ്യൂട്ടറിലുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ ഇതാണ് ഐക്കൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ നേരെ ഡെഫിനിഷൻ ആണ് ഒരു ഫയലിനെയോ പ്രോഗ്രാമിനെയോ ഒരു വെബ് പേജിനെയോ കമാൻഡിനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഇമേജിനാണ്, ഒരു ചെറിയ ഇമേജിനാണ് എന്ത് പറയാ, ഐക്കൺ എന്ന് പറയാ. അപ്പൊ നേരെ അതിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇത് പോയിന്ററോ ലോഗോ ഗ്രാഫിക്സോ അല്ല, അതെന്താണ്, നേരെ ഒരു ഐക്കൺ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഓർഗനൈസേഷൻസ് ഹാവ് സൈൻഡ് എ പാക്ട് ഇൻ ഫെബ്രുവരി 2018 ടു ഇന്റിഗ്രേറ്റ് എ കോഴ്സ് ഓൺ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സേഫ്റ്റി ഇൻ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി കരിക്കുലം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് NCERT-ക്ക് ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി കരിക്കുലം ഉണ്ട്. ആ കരിക്കുലത്തിൽ അപ്പോൾ NCERT-ക്ക് IT കരിക്കുലം ഉണ്ട്, IT വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ IT കരിക്കുലം 1ാം ക്ലാസ് മുതൽ +1 വരെയുള്ള IT കരിക്കുലത്തിൽ ഏതോ ഒരു സംഘടനയുമായിട്ട്, അപ്പൊ അല്ലെങ്കിൽ ഇവിടെ NCERT കൊടുത്തിട്ടില്ല, നമുക്കറിയാം NCERT ഗൂഗിളുമായിട്ടാണ് ഇതിന് ഉത്തരം. NCERT ആൻഡ് ഗൂഗിൾ എന്നാണ് കറക്റ്റ് ആൻസർ. NCERT ഗൂഗിളുമായിട്ട് 2018 ഫെബ്രുവരിയിൽ ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. കരാറിൽ ഒപ്പിടാനാൽ ഇവര് ഗൂഗിൾ സ്വന്തം ഫണ്ട് ചെയ്ത് കണ്ട്, അത് NCERT-യോ അല്ലെങ്കിൽ കുട്ടികളോ ഒന്നും ഫണ്ട് ചെയ്യേണ്ട, ഗൂഗിൾ തന്നെ സ്വന്തം ഫണ്ട് ചെയ്ത് കണ്ട് ഒരു കോഴ്സ്, അപ്പൊ IT-യുടെ ഭാഗമായിട്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട്, അതിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് ഒരു കോഴ്സ് പേപ്പർ കൂടി എക്സ്ട്രാ കൂട്ടാം. കോഴ്സിന്റെ പേര് എന്താണ്? ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഉത്തമ ഡിജിറ്റൽ പൗരനാവുക എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സേഫ്റ്റിയെ കുറിച്ചൊക്കെയുള്ള, അതിനെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന കൃത്യമായ അവലോകനം കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ NCERT 2018 ഫെബ്രുവരിയിൽ ഗൂഗിളുമായിട്ട് എത്തിയ ഒരു ധാരണക്ക് പുറത്താണ് IT കരിക്കുലത്തിന്, IT സിലബസിന്റെ ഭാഗമായിട്ട് ഗൂഗിൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഒരു കോഴ്സ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സേഫ്റ്റി എന്നുള്ളത് 130 വരെയുള്ള ക്ലാസ്സുകൾക്ക്, +2 വരെയുള്ള ക്ലാസ്സിൽ കുട്ടികൾക്ക് ഈ ഒരു കരിക്കുലം കൂടി IT-യുടെ ഭാഗമായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാക്ട്, അല്ലെങ്കിൽ സൈൻ അവരെന്ത് ചെയ്യുന്നു, കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ഈ കരാറിൽ ഏർപ്പെടുന്ന ഓർഗനൈസേഷൻ എന്നുള്ളത് NCERT ആൻഡ് ഗൂഗിൾ ആണ് ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ഈ പാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് ആൻസർ NCERT ആൻഡ് ഗൂഗിൾ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ADSL ഈസ് എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ദാറ്റ് എനാബിൾസ് ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ ടെലിഫോൺ ലൈൻസ്. അപ്പൊ ഇവിടെ നമുക്ക് DSL എന്താണെന്ന് അറിയാം അല്ലെ, DSL എന്താണെന്ന് അറിയാം. അപ്പോ ഇതിനൊക്കെ ഉത്തരങ്ങൾ കണ്ടില്ലെങ്കിൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അപ്പൊ DSL-ന്റെ ഫുൾ അതാണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അപ്പൊ ആ DSL പുതിയൊരു ഇന്നോവേഷൻ ആണ് ADSL എന്നുള്ളത്. അപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ എന്താണ് ഡെഫിനേഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ ട്രാൻസ്മിഷനെ കുറച്ചും കൂടി നല്ല ഫാസ്റ്റർ ആക്കുന്ന ഒരു ടെക്നോളജിയാണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ADSL എന്നുള്ളത്. അതിന്റെ ഫുൾ എന്താണ് ചോദിക്കുന്നത്. ADSL എന്നുള്ളതിന് ഫുള്ള് ഓപ്ഷൻ 4th ആണ്, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ടെലിഫോൺ ലൈൻസിലൂടെയൊക്കെയുള്ള
ഡാറ്റ ട്രാൻസ്മിഷനെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുന്ന സഹായിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ADSL എന്നുള്ളത്, അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലേ എന്നുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം എന്നുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓഫൻ റെഫേർഡ് ആസ് ദ CB ഓഫ് ദ ഇന്റർനെറ്റ്. CB ഓഫ് ദ ഇന്റർനെറ്റ് എന്ന് പൊതുവെ വിളിക്കപ്പെടാറുള്ളത് ഏതിനെ കുറിച്ചാണെന്നാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് CB ഓഫ് ദ ഇന്റർനെറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ IRC ഉണ്ട്, FTP ഉണ്ട്, ഇമെയിൽ ഉണ്ട്, HTTP ഉണ്ട്. അപ്പൊ ഇതില് CB ഓഫ് ദി ഇന്റർനെറ്റ്, CB എന്നൊക്കെ പറഞ്ഞാൽ സിറ്റിസൺസ് ബാൻഡ് റേഡിയോ ഒക്കെ പറഞ്ഞാണ് CB എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പഴയ കാലത്തെ ഒരു CB, സിറ്റിസൺസ് ബാൻഡ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റിന്റെ CB, സിറ്റിസൺസ് റേഡിയോ അല്ലെങ്കിൽ ബാൻഡ് റേഡിയോ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇതിനെ കുറിച്ചാണ്. അപ്പൊ അത് ഇന്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്ന IRC ആണ്. അപ്പൊ അത് വളരെ സുഖകരമായ രീതിയിൽ രണ്ട് ഇൻഡിവിജ്വൽസിനിടയിലൊക്കെ അല്ലെങ്കിൽ കുറെ ആളുകൾക്കിടയിലൊക്കെ ചാറ്റ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റുന്ന, എനാബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് IRC ചാറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്ന IRC. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. FTP, ഇമെയിൽ, HTTP എന്നുള്ളതല്ല, മറിച്ച് ഈ ഇന്റർനെറ്റിന്റെ CB എന്നുള്ളത്. അപ്പൊ ആ റേഡിയോ, അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ ഉള്ള റിലേഷനിലാണ്, ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് അതിനെ CB ഓഫ് ദി ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സുഖകരമായ രീതിയിൽ ആ സംസാരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് എന്ന രീതിയിലാണ് IRC നമ്മൾ എന്ത് ചെയ്യുന്നത്, CB ഓഫ് ദി ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ അവസാനത്തെ ചോദ്യം എന്നുള്ളത്, അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ജങ്ക് മെയിൽസ്, ഹോക്സസ്, സ്പാം, അതേപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ്. ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ്? നമുക്കറിയാം സ്പാം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സ്പാം എന്ന് പറഞ്ഞാൽ തന്നെ അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ ഇമെയിൽ. അപ്പൊ നമ്മൾ സ്പാം മെസ്സേജ് നമുക്കറിയാം, കുറെ ആളുകൾക്കോ കുറച്ച് ആളുകൾക്കല്ല, അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നല്ല, തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ദ ആളുകൾക്ക്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് മെയിൽ അയക്കുന്ന എന്തിന്റെ ഭാഗമായിട്ട്, കൊമേഴ്ഷ്യൽ, അവിടെ അഡ്സ് കാര്യങ്ങൾ. ഇത് അൺസോളിസിറ്റഡ് ആണ്. ഇത് കസ്റ്റമർ നമ്മളിപ്പോ എന്ത് ചെയ്യണില്ല, ഞങ്ങൾക്ക് അയക്കണം, നമ്മൾ അപേക്ഷിച്ച കാര്യമില്ല, നമ്മൾ ആവശ്യപ്പെട്ടതല്ല, നമ്മൾ ആവശ്യപ്പെട്ട അൺസോളിസിറ്റഡ് ആയിട്ട് തന്നെ വരുന്ന കൊമേഴ്ഷ്യൽ ഇമെയിൽ ആണ് സ്പാം ഇമെയിൽ എന്നുള്ളത്. അപ്പൊ സ്പാമിന് വേറെ പ്രത്യേകത ഉള്ളത്, തൗസൻഡ്സ് ഓഫ് ദ മില്യൺസ് ഓഫ് ദ ആളുകൾക്ക് അയക്കുന്ന മെസ്സേജ് ആണ് സ്പാം എന്നുള്ളത്. അപ്പൊ ജങ്കോ, ഹോക്സോ, ഹൈപ്പർ ടെക്സ്റ്റോ അല്ല, ഇതിന്റെ കറക്റ്റ് ആൻസർ അതാണ്. സ്പാം ആണ് അൺസോളിസിറ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ICTയുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചില ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് ടേംസ് ആണ്, സ്കഫോൾഡിങ്, കൊഗ്നീഷൻ, റെയിൻഫോഴ്സ്മെന്റ്, 3 കാര്യങ്ങളാണ്. ഇവിടെ ഒരു ക്വസ്റ്റനിൽ ഇവിടെ ഡെഫിനിഷൻ വെച്ചത്, ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ വെറൈറ്റി ഓഫ് വേസ് ഇൻ വിച്ച് ടീച്ചേഴ്സ് ആൻഡ് അതേഴ്സ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് ലേണേഴ്സ് ടു മൂവ് ബിയോണ്ട് their current level of understanding by giving them cues, suggestions or even direct guidance at the appropriate moments in their investigations or activities is known as. അപ്പൊ ഈ ഡെഫിനിഷൻ നമുക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം, ഇതൊരു നമുക്കൊരു ക്ലാസ്സിൽ ഒരു അധ്യാപകന് ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് തന്റെ സ്റ്റുഡൻസിന് ഓരോ സമയത്തും ടേമിലോ ഓരോ സമയത്തായിട്ട് അവരിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലെവൽ ഉണ്ട്. ആ കുട്ടിയിൽ നിന്നും ഇത്ര ലെവൽ എത്തണം എന്നുള്ള എക്സ്പെക്റ്റഡ് ഏരിയ ഉണ്ടായിരിക്കും, ലെവൽ ഉണ്ടായിരിക്കും. എന്നാൽ ആ കുട്ടിയുടെ കറണ്ട് ലെവല് അവിടെ അത്ര നമ്മൾ എക്സ്പെക്റ്റഡ് ലെവലിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ എക്സ്പെക്റ്റഡ് ലെവലിലേക്കുള്ള കറണ്ട് ലെവലിന് എക്സ്പെക്ട് ലെവലിലേക്ക് ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്കുള്ള വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, കഴിവിനൊക്കെ അല്ല കുട്ടിയുടെ ആ ശേഷിയെ ലെവലിനെ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ചില ക്യൂസോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ വളരെ ഗൈഡൻസ് ഒക്കെ, ഡയറക്റ്റ് ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യുന്ന, അങ്ങനെ അതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന, അതിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിന് പറയുന്ന പേരെന്താന്നുള്ളതാണ്. അപ്പൊ അതിന് ടീച്ചേഴ്സ് വ്യത്യസ്തമായ രീതികൾ അതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, വെറൈറ്റി ഓഫ് ബേസ് ഉപയോഗിക്കാറുണ്ട്. അതിന് പറയുന്ന ടേം എന്നുള്ളത് സ്കഫോൾഡിംഗ് എന്നാണ് ഇതിന് പറയാം. കൊഗ്നീഷനോ റെയിൻഫോഴ്സ്മെന്റോ ഒന്നുമില്ല, സ്കഫോൾഡിംഗ് എന്നാണ്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ലെവലിൽ നിന്നും, കുട്ടിയുടെ ലെവലിൽ നിന്നും ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ, നമ്മൾ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ കറണ്ട് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും നമ്മൾ ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സഹായകമാകുന്ന ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വ്യത്യസ്ത വഴികൾക്ക് പറഞ്ഞതാണ് എന്ത് പറയാ, സ്കഫോൾഡിംഗ് എന്ന് പറയാം. അപ്പൊ ഇതാണ് 41ാമത്തെ ചോദ്യം. ഇനി 42ാമത്തെ ചോദ്യം എന്നുള്ളത്, ദ അബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് അബൌട്ട് വൺസ് ഓൺ തോട്ട് പ്രോസസ്, സെൽഫ് മോണിറ്റർ ആൻഡ് മോഡിഫൈ വൺസ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആസ് നെസസറി ഈസ് ടേംഡ് ആസ് മെറ്റാകോഗ്നിഷൻ, സെൽഫ് റെഗുലേഷൻ, സിമ്പിൾ കോഗ്നിഷൻ, നൺ ഓഫ് ദ അബോവ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്നുള്ള മെറ്റാകോഗ്നിഷൻ എന്നുള്ളതാണ്. കോഗ്നിഷൻ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ. ഇതിന്റെ മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തയെ കുറിച്ച് ചിന്തിക്കുക,
അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ തോട്ട് പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ കോഗ്നിഷൻ എന്ന് പറയും. ആ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ നിലവിൽ എന്റെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കും. ഒരു വ്യക്തി തന്റെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള ഒരു ശേഷിയും, എന്നിട്ട് അതിനനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്തിട്ട് തനിക്ക് ആവശ്യമായ രീതിയിൽ ലേണിംഗ് സ്ട്രാറ്റജീസ് ആവശ്യമായ രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ടീച്ചിങ്ങിലെ ലേണിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ അതിന് പറയുന്ന പേര് എന്നുള്ളത് മെറ്റാ കോഗ്നിഷൻ എന്നുള്ളതാണ്. മെറ്റാ കോഗ്നിഷൻ ഇത് സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ മെറ്റാ കോഗ്നിഷൻ ഒക്കെ വരല്. ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള പഠനത്തിന്റെ ലേണിംഗ്സിന്റെ ഭാഗമായിട്ടാണ് ഈ മെറ്റാ കോഗ്നിഷൻ എന്നുള്ള വരുന്നത്. അപ്പൊ ഒരാള് അവന്റെ തന്നെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന, അതിനെ കുറിച്ച് ചിന്തിക്കുന്ന അതിന് കഴിവിനാണ് നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുക. അപ്പൊ ഇതാണ് 42ാമത്തെ ചോദ്യം. ഇനി 43ാമത്തെ ചോദ്യം. An individual's awareness of his or her own memory processes and which ways in which storage and retrieval of information can be enhanced is termed as. ഒരാള് തന്റെ മെമ്മറി ലെവലിനെ കുറിച്ച്, മെമ്മറി പ്രോസസ്സിനെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ മറ്റേ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് എന്നതൊക്കെ കുറിച്ചുള്ള സ്വയം ബോധം, ഒരാൾക്ക് തന്നെയുള്ള അതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവുക എന്ന് പറയുന്ന പേര് എന്താണെന്നുള്ള. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ മെമ്മറി ലെവൽ ഇപ്പൊ എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, എന്താ ഞാൻ സ്വയം മനസ്സിലാക്കി എനിക്ക് അതിനനുസരിച്ച് എന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും അതിന്റെ റിട്രീവലിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പറയുന്ന ടേം എന്നുള്ളത് സ്വന്തം നമ്മുടെ തന്നെ മെമ്മറി പ്രോസസ്സിനെ കുറിച്ചും അതിന്റെ കപ്പാസിറ്റിയെ കുറിച്ചും അതിന്റെ ബേസിനെ കുറിച്ചും അതിന്റെ ലെവലിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ അവബോധത്തിന് പറയുന്നത് മെമ്മറി എന്നുള്ളത് മെറ്റാ മെമ്മറി എന്ന് പറയും. നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞവരെ തന്നെ മെറ്റാ മെമ്മറി തന്നെ നമ്മളെ മെറ്റാ മെമ്മറി തന്നെ മെമ്മറിയെ കുറിച്ച് നമ്മൾ ഉള്ള ബോധം എന്നുള്ളത് അർത്ഥം മെറ്റാ മെമ്മറി എന്ന് പറയും. 44ാമത്തെ ചോദ്യം. Organized bodies of knowledge that we build up about particular objects, situations or phenomena are termed as schemas, mental schematas, അല്ലെങ്കിൽ മെമ്മറി, കോഗ്നിഷൻ, മെറ്റാ കോഗ്നിഷൻ. മെറ്റാ കോഗ്നിഷൻ എന്താന്ന് പറഞ്ഞു, കോഗ്നിഷൻ എന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിൽ ഗ്രഹിച്ചെടുക്കല്, മെമ്മറി എന്നൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഓർത്തെടുക്കല്. സ്കീമാസ്, മെന്റൽ സ്കീമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച്, ഇപ്പൊ ഞാൻ എന്റെ അങ്ങാടിയിൽ കണ്ട ഒരാളെ കണ്ടു, ആളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനോമിനെ കുറിച്ച് നമ്മൾ എടുക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ്. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവന്റെ സ്വഭാവം, അവന്റെ രൂപം, അവന്റെ തടി, അവന്റെ വലിപ്പം, അങ്ങനെ എല്ലാം കൂടി ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ് അതിന് നമ്മൾ സ്കിമാട്ട എന്ന് പറയും. അപ്പൊ അല്ലെങ്കിൽ സ്കീമാസ് എന്ന് പറയും, അല്ലെങ്കിൽ മെന്റൽ സ്കിമാട്ട എന്ന് പറയും. അപ്പൊ സൈക്കോളജിയിലെ ഒരു ആസ്പെക്ട് ആണ്. നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ചോ ഫിനോമിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ് എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായ ഒരു ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ്. അപ്പൊ നമ്മൾ മെമ്മറി എന്നുള്ളതിലോ കോഗ്നിഷനിലോ മെറ്റാ കോഗ്നിഷനിലോ അതിന്റെ അപ്പുറമുള്ള ഒരു സാധനം. അപ്പൊ നമുക്ക് കുറെ കോൺസെപ്റ്റുകൾ മനസ്സിലാവാനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഈ സ്കീമാസ് വളരെ ഉപകരിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നോളജ്, അതും ഒരു നോളജ് അല്ല, ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ്. കൃത്യമായ എല്ലാ സമൂഹത്തിലും അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കാഴ്ചപ്പാട് രൂപീകരിച്ചെടുക്കുന്നതിൽ അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് സ്കീമാസ് എന്ന് പറയാം. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. സ്കീമാസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് എക്സ്പെരിമെന്റൽ ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഉപകരിക്കുന്ന, നമ്മൾ അതിൽ ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു കുട്ടി പഠിക്കുന്നത് എങ്ങനെ, എക്സ്പീരിയൻസിലൂടെ പഠിക്കുക, ഒരു ആക്ടിവിറ്റിയിലൂടെ. വെറും തിയററ്റിക്കൽ ആയ കാര്യങ്ങൾ പറയുന്നത് അപ്ലിക്കേഷൻ ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ട, എന്താ ചെയ്യുക വെച്ചാൽ ഡു ഇറ്റ്, ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന അതിനാണ് എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെരിമെന്റൽ ലേണിംഗ് ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റൽ ലേണിംഗ് കുട്ടിയുടെ ലെവലാണ്. അതിനപ്പുറമായിട്ട് ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്യേണ്ട എക്സ്പെരിമെന്റൽ ലേണിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്നുള്ളതിന്റെ ഒരു സൈക്ലിക്കൽ ഓർഡർ ഉണ്ട്. അതിലൂടെ അക്കോമഡേഷന്, കൺവേർജിങ്, അസിമിലേഷന്, ഡൈവേർജിങ്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൈക്ലിക് ഓർഡറിൽ എന്ത് ചെയ്യാനാണ്, അതിനെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ നോക്കാം. ഇത് കോൾബസ് ലേണിംഗ് സ്റ്റൈൽ എന്നത് അറിയാം, കോൾബിന്റെ ലേണിംഗ് സ്റ്റൈൽ എന്നതിനെ അറിയല്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, അപ്പൊ നമുക്കൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ എക്സ്പെരിമെന്റൽ ലേണിംഗ് തന്നെ നമ്മൾ വളരെ അമൂർത്തമായ അല്ലാത്ത, തിയററ്റിക്കൽ അല്ലാത്ത, മൂർത്തമായ കോൺക്രീറ്റ് ആയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ഒരു സൈക്ലിക് ഓർഡർ ആട്ടോ. റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, നമ്മൾ പിന്നെ വേറൊരു കാര്യത്തെ നമ്മൾ ചുറ്റും എന്ത് ചെയ്യുന്നു, അതിനെ വാച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ചിന്ത രൂപീകരിച്ചെടുക്കുന്നു. ആ ചിന്ത രൂപീകരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ മനസ്സിലാക്കി, വാച്ച് ചെയ്തിട്ട് നമ്മൾ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയത് നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രവർത്തിക്കുന്നു. നമ്മൾ അതിനെ ആക്ടിങ് എന്ന സാധനം വരുന്നു. ആ ആക്ടിങ് എന്ന സാധനം വരുന്നതോട് കൂടെ നമ്മൾ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം കൂടി സാധ്യമാകുന്നു.
നിങ്ങൾ സൈക്ലിക് ആണ്. അപ്പൊ എക്സ്പീരിയൻസ് ആദ്യമാകുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരു കാര്യം നമ്മൾ വാച്ചിങ് ആയി, അതിനെക്കുറിച്ച് ചിന്തിക്കലായി, അത് ചെയ്യലായി, വീണ്ടും ഫീലിംഗ് ആയി, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതാണ് സൈക്ലിക് ഓർഡർ. അപ്പൊ അതിലെ ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്യണ കണ്ടോ, ഡൈവേർജിങ്, അസിമിലേഷന്, കൺവേർജിങ്, അക്കോമഡേറ്റിംഗ്. ഇതാണ് അതിന്റെ ഓർഡർ എന്നുള്ളത്. ഡൈവേർജിങ്, അസിമുലേറ്റിംഗ്, കൺവേർജിങ്, അക്കോമഡേഷൻ, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഒന്നാമത് ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യാം, നമ്മൾ സാധാരണ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫീൽ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് തിങ്ക്, വാച്ച് എന്നുള്ള അസിമുലേഷൻ എന്ന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡു എന്ന് പറയുന്നത് തിങ്ക് ആൻഡ് ഡു, ചിന്തിക്കുക, എന്നിട്ട് അതിനെ കുറിച്ച് അത് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തത് ഫീൽ ആൻഡ് ഡു, ഒരു എക്സ്പീരിയൻസ് ലെവലിലേക്ക് അത് ചെയ്യുന്നു. അതോടുകൂടി ആ കാര്യം നമ്മൾ അനുഭവ ബോധ്യമാകുന്നു, അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ആകുന്നു എന്ന രീതിയിൽ. അപ്പൊ ഡൈവേർജിങ് ആണ് ഒന്നാമത്തത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് അസിമുലേറ്റിംഗ് ആണ്. മൂന്നാമത്തത് കൺവേർജിങ് ആണ്. നാലാമത്തത് അക്കോമഡേറ്റിംഗ് ആണ്. അത് വീണ്ടും അങ്ങനെ സൈക്ലിക് ആയിട്ട് വരും കേട്ടോ, സൈക്ലിക് ഓർഡറിൽ തന്നെ വരുന്നത്. അപ്പൊ ഡൈവേർജിങ്, അസിമുലേറ്റിംഗ്, കൺവേർജിങ്, അക്കോമഡേഷൻ. അപ്പോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഡൈവേർജിങ്, അസിമുലേഷന്, കൺവേർജിങ്, അക്കോമഡേഷൻ. DCBA, DCBA. അപ്പൊ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പേഴ്സണൽ ആയിട്ട് എന്റെ മെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പ് നിങ്ങൾക്ക് അറിയാം. എന്റെ നമ്പർ 96 45 01 63 54. വാട്സപ്പിന്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അതേപോലെ തന്നെ വളരെ പരമാവധി ഇനി ഒരു കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ള റിവിഷനിലേക്ക് പോവുക. അതേപോലെ തന്നെ PYQs, പരമാവധി മോക്ക് ടെസ്റ്റുകളൊക്കെ, ഇതേപോലത്തെ മോക്ക് ടെസ്റ്റുകളൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്യുക. ഒരു റിവിഷൻ എന്ന രീതിയിലേക്ക് പെട്ടെന്ന് മോഡിലേക്ക് പോവുക. എല്ലാവർക്കും വിജയാശംസ നേരുന്നു. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും JRF ഒക്കെ ക്രാക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.